السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله إلى كافة الخلق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. സ്നേഹധന്യനായ നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷനവർകളെ, നമ്മുടെ വേദിയിൽ ആസനസ്ഥനായ നിങ്ങളോട് സംവദിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കാര്യദർശി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഉമർ ദർസി തച്ചണ്ണ, മമ്മൂദ് ദാരിമി തുടങ്ങി നമ്മുടെ ഈ വേദിയിൽ ആസനസ്ഥരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതന്മാർ, നേതാക്കൾ, സദസ്സിൽ അണിനിരന്നിട്ടുള്ള പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ, നേതാക്കളെ, വിശിഷ്യ കാരണവന്മാരെ, പണ്ഡിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. മരണമടഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട മുഴുവൻ ആളുകളെയും അള്ളാഹുവിന്റെ സുഖലോക സ്വർഗത്തിൽ കണ്ടുമുട്ടുന്ന സജ്ജനങ്ങളിൽ പടച്ച റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിനല്ല, മറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ വളരെയധികം പ്രാധാന്യപൂർവ്വം സംഘടിപ്പിച്ച ഒരു പരിപാടി എന്ന രീതിയിലാണ് ഇതിൽ സംബന്ധിക്കുന്നതും നിങ്ങൾ സംബന്ധിച്ചിരിക്കുന്നതും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംഘടിപ്പിക്കുവാനും അവർക്ക് ദിശാബോധം കൊടുക്കുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തോടാണ് ഞാൻ സംവദിക്കുന്നത്. അള്ളാഹു ആ പന്ഥാവിൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെയും തൗഫീക്ക് നൽകുമാറാവട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായൊരു പരിചയപ്പെടുത്തൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മുമ്പിൽ ആവശ്യമുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്കൊക്കെ അറിയാം, കേരളീയ മുസ്ലിം ഉമ്മത്ത് ഇന്ന് കാണുന്ന ഈ നവോത്ഥാനത്തിലേക്കും ചൈതന്യത്തിലേക്കും പിച്ചവെച്ചെത്തിയത് മഹാന്മാരായ നമ്മുടെ നേതാക്കൾ നമുക്കുണ്ടാക്കി തന്ന ഈ വലിയ ഒരു നൗകയിലൂടെയാണ്. കേരള മുസ്ലിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതവരുടെ സംഘബലം കൊണ്ടാണ്. ആ സംഘബലം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പകർന്നു കൊടുത്തത് മതപരമായ ചൈതന്യമാണ് എന്ന് പഠിക്കാൻ കൂടുതൽ അധ്വാനിക്കുകയോ അന്വേഷിക്കുകയോ വേണ്ടതില്ലല്ലോ. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങൾക്കില്ലാത്ത വിധം ഭദ്രമായ ഒരു കെട്ടുറപ്പ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലുള്ളതിനേക്കാൾ ഒട്ടനവധി മുസ്ലിങ്ങൾ അധിവസിക്കുന്ന നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ കേരളീയ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നത് പോലെയുള്ള സൗകര്യങ്ങൾ അവർക്ക് അനുഭവിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ആ ഒരു ചോദ്യം നമ്മുടെ സമൂഹത്തിൽ വിവിധ സംഘടനകളിലായി ചിതറി നിൽക്കുന്ന മുഴുവൻ ആളുകളും പരിശോധിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? സംഘടിച്ചവരും സംഘടിക്കാത്തവരും, സംഘടിച്ചവരെ എതിർക്കുന്നവരും സംഘടിച്ച് അഭിമാനിക്കുന്നവരും ഒക്കെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് കേരളത്തിന്റെ പുറത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളതുപോലെ ഒരു ചൈതന്യധന്യമായ അവസ്ഥ ഉണ്ടായില്ല? ഒറ്റയടിക്ക് നമ്മളൊക്കെ അതിന് മറുപടി പറയും, അവിടെ മുസ്ലിങ്ങൾ സംഘടിച്ചില്ല. എന്തുകൊണ്ട് സംഘടിച്ചില്ല എന്നൊരു ചോദ്യവും കൂടി ബാക്കിയില്ലേ?
കേരളത്തിലെ മുസ്ലിങ്ങൾ ഒന്നിച്ചു നിന്ന പോലെ എന്തുകൊണ്ട് അവർക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ആ ഒരു ചോദ്യം തീർച്ചയായും നമ്മുടെ മുമ്പിൽ ഉയരുകയും നമ്മളത് ഉണർത്തുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം അൽഹംദുലില്ലാ കേരളീയ മുസ്ലിം ഉമ്മത്ത് എഴുന്നു നിൽക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. നമ്മുടെ ഒരു മാതൃകാ സമൂഹമായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇന്ത്യക്കു തന്നെ മാതൃകയാകാൻ, റോൾ മോഡലാകാൻ കേരളം ഒരു പ്രധാനപ്പെട്ട മോഡലാണ്. ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം ഉമ്മത്ത് മുറ്റുനോക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കാണ്. ഇവിടെ നമ്മൾ ഈ എത്തിപ്പിടിച്ചതിന്റെ പിന്നിൽ നമ്മുടെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ എല്ലാറ്റിനും വെളിച്ചം വീശി കൊടുക്കുമ്പോൾ മതപരമായ ഒരു വെളിച്ചം അവർക്ക് ലഭ്യമാക്കി കൊടുത്ത സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ നമ്മൾ തിരിച്ചറിയേണ്ടി വരും. നമ്മുടെ ജനസമൂഹത്തിന് കൃത്യമായി ദിശാബോധം കൊടുക്കുവാൻ മതപണ്ഡിതന്മാർ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് സമത്വ ഈ രംഗത്ത് വിജയിച്ചു എന്ന ചോദ്യത്തിന് മറുപടി ഉത്തരേന്ത്യക്കില്ലാത്തൊരു പാരമ്പര്യം നമ്മളിവിടെ കാഴ്ചവെച്ചു എന്നതാണ്. ഞാൻ തന്നെ എന്റെ പ്രസംഗത്തിൽ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കതിന് ദിശാബോധം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരാകുന്ന മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, ദീനിന്റെ ഒരു ദിശാബോധം ഒരു പ്രദേശത്ത് ലഭ്യമാകണമെങ്കിൽ 3 കൂട്ടർ ഒരുമയോടെ നിന്ന് പ്രവർത്തിക്കണം. മൻ ഇൻദഹു ഇൽമുൻ ഫല്യതസദ്ദഖ് ബിഇൽമിഹി വമൻ ഇൻദഹു മാലുൻ ഫല്യതസദ്ദഖ് ബിമാലിഹി വമൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹി. ഈ വചനം, 3 വചനങ്ങൾ അതിപ്രധാനമായൊരു സന്ദേശമാണ് മുസ്ലിം ഉമ്മത്തിന് നൽകുന്നത്. ആരുടെ കയ്യിലാണോ ഇൽമുള്ളത് അവൻ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ ഇൽമു സംഭാവന ചെയ്യട്ടെ. ആരുടെ കയ്യിലാണോ ധനമുള്ളത് അവൻ തന്റെ ധനം ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി സംഭാവന കൊടുക്കട്ടെ. ആരുടെ കയ്യിലാണോ കഴിവുള്ളത് അല്ലെങ്കിൽ കരുത്തുള്ളത് അവൻ ആ കരുത്ത് ദീനിനു വേണ്ടി സംഭാവന ചെയ്യട്ടെ. തിരുദൂതരുടെ ഈ വചനം അർത്ഥമാക്കുന്നത് 3 തലത്തിലുള്ള 3 തരക്കാരെയാണ്. 3 തലത്തിൽ പ്രവർത്തിക്കുന്ന 3 തരത്തിലുള്ള ആളുകൾ. ഒന്നാമത്തേത് ആലിമീങ്ങൾ. ഉലമാഇന്റെ പ്രവർത്തനമുണ്ടെങ്കിലേ ഈ സമൂഹത്തിന് ദിശാബോധം കിട്ടൂ. ഉലമാ ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഉലമാക്കളെ ശരിക്കും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ ഉലമാഇന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം. രണ്ടാമത്തേത് സൂചിപ്പിക്കുന്നത് ഉമറാഇനെയാണ്. ഒരു സമൂഹത്തിലെ നാട്ടുനായകന്മാർ, ആ സമൂഹത്തെ നയിക്കുന്ന നേതാക്കൾ. ആ നേതാക്കളോട് തീർച്ചയായും നമുക്ക് കടപ്പാടുണ്ടായിരിക്കണം, ആലിമീങ്ങളെ പോലെ തന്നെ. അപ്പോൾ ഉലമാ മാത്രം വിചാരിച്ചാൽ നടക്കില്ല, ഉമറാ മാത്രം വിചാരിച്ചാലും നടക്കില്ല. 2 കൂട്ടരും ഒരുമിച്ച് വിചാരിക്കണം. സാമ്പത്തിക ശേഷിയുള്ളവനും അധികാര പദവിയുള്ളവനും ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി തന്റെ കഴിവും പദവിയും ഉപയോഗിക്കണം. അപ്പോഴേ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നത് അർത്ഥവത്തായി ഏറ്റെടുക്കാൻ ആളുണ്ടാകൂ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് കാര്യവും തന്റെ മുമ്പിൽ വിളിച്ചുകൂട്ടി ആ കാലഘട്ടത്തിലെ ധനാഢ്യന്മാരെ കൊണ്ട് സംഭാവന വാങ്ങിച്ചുകൊണ്ട് നിർവഹിച്ചിരുന്ന ദൗത്യം മദീനയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സഹായിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു സഹായിച്ചിട്ടുണ്ട്. അവര് നേതാക്കളായിരുന്നു, ധനവാന്മാരായിരുന്നു. ഉലമാ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. സമ്പന്നരായ ഉമറാക്കൾ, സമ്പത്ത് ഒരു പക്ഷേ അവന്റെ ധനം കൊണ്ടാകാം, അതല്ലെങ്കിൽ അവന്റെ നേതൃ പദവി കൊണ്ടുള്ള സമ്പത്ത്. 5 പൈസ ഇല്ലെങ്കിലും 4 ആളെ വിളിച്ചുകൂട്ടാനും കാര്യം നടത്താനും കെൽപ്പുള്ള ഉമറാക്കൾ ഉണ്ടാകും. അവരെയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. മൂന്നാമത്തെ ഒന്ന്, ഈ 2 കൂട്ടരും ഒരു കാര്യം വിചാരിച്ചാൽ ഏറ്റെടുക്കാൻ ഒരു സമൂഹം വേണം. ഇവര് 2 കൂട്ടരും മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റെടുക്കാൻ ആള് വേണ്ടേ? അതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ, ഞാനടക്കമുള്ള നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാർ. ഈ തിരിച്ചറിവോടുകൂടി ഇതിന്റെ കൂടെ നിൽക്കണം. അതാണ് മൻ ഇൻദഹു ഖുവ്വത്തുൻ ഫല്യതസദ്ദഖ് ബിഖുവ്വതിഹി. നമുക്ക് ശക്തിയുണ്ട്. നമ്മളെല്ലാവരും കൂടുമ്പോൾ ശക്തിയാകും ഒരു വലിയ ഹ്യൂമൻ റിസോഴ്സ്, ഒരു മാൻ പവർ, ഒരു വലിയ മനുഷ്യശക്തി രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് കഴിയും. ആ മനുഷ്യശക്തി രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് പണ്ഡിതന്മാരുടെ നിർദ്ദേശം പാലിച്ച് ഉമറാക്കൾ നയിക്കുന്ന വഴിക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നേട്ടമുണ്ടാകും. ആ നേട്ടമാണ് നമ്മുടെ കൊച്ചു കേരളക്കരയിൽ ആലിമീങ്ങൾ ഉമറാക്കളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരനെ ബോധവൽക്കരിച്ചുകൊണ്ട് ഈ 3 കൂട്ടരും ഒരേ ദിശയിൽ സഞ്ചരിച്ചപ്പോൾ നമുക്കുണ്ടാക്കി തന്ന നേട്ടം. ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ നിങ്ങൾ, ഉലമാക്കളില്ലേ? ഉണ്ടല്ലോ. അവിടെ നോക്കൂ നിങ്ങൾ, ഉമറാക്കളില്ലേ? ഉണ്ടല്ലോ. നല്ല മുസ്ലിം നാമധാരികളായ നേതൃനിരയിൽ നിൽക്കുന്ന പ്രഗത്ഭരായ പണക്കാരും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടല്ലോ. സാധാരണക്കാരായ മുസ്ലിങ്ങളോ നമ്മളെക്കാൾ എത്രയോ കൂടുതലല്ലേ? UP എന്നൊരൊറ്റ സംസ്ഥാനത്ത് മാത്രം 3 കോടിയിൽ പരം മുസ്ലിങ്ങളുണ്ട്. പശ്ചിമ ബംഗാളിൽ മാത്രം 2 കോടിയിൽ പരം മുസ്ലിങ്ങളുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ 80 ലക്ഷം പോലും തികഞ്ഞിട്ടില്ലല്ലോ. ഒരു 79 ലക്ഷത്തിൽ ചില്ലുവാനും മുസ്ലിങ്ങളല്ലേ നമ്മുടെ കേരളത്തിൽ കാനേഷുമാരി അനുസരിച്ചുള്ളൂ.
1 കോടി മുസ്ലിങ്ങളെ തികയാത്ത കേരളം 3 കോടിയുള്ള യുപിക്കും 2 കോടിയിൽ പരമുള്ള പശ്ചിമ ബംഗാളിനും മാതൃക കാണിക്കുന്നത് എങ്ങനെ? അവിടെയാണ് നമ്മൾ ഈ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അതിനിടയ്ക്ക് വിള്ളലുണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. ഞാൻ എന്നോട് തന്നെ ഉപദേശിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പൂർവ്വസൂരികളായ മഹാപണ്ഡിതന്മാരും ഉമറാക്കളും കാണിച്ചെന്ന വളരെ വ്യക്തമായ ഒരു മാർഗരേഖ നമ്മുടെ മുമ്പിലുണ്ട്. ആ മാർഗരേഖക്കപ്പുറത്തേക്ക് നമ്മൾ സമൂഹത്തെ ചിന്തിപ്പിക്കരുത്, നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യത്തിന്റെ പന്ഥാവിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഛിദ്രതാ മനോഭാവത്തെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം മതപരമാണ്. അതതിന്റെ മതപരമായ പന്ഥാവിലൂടെ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിന് സമത്വ രൂപീകരിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടി, മുസ്ലിം ഉമ്മത്ത് കാലങ്ങളായി വെച്ച് പുലർത്തിക്കൊണ്ടിരുന്ന ആചാര അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളെ വിദേശ ചിന്തകൾ കടത്തിവിട്ടുകൊണ്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദുള്ളയുടെയും ചിന്താധാരകൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് നമ്മുടെ കേരളീയ മുസ്ലിം ഉമ്മത്തിൽ ഭിന്നവീക്ഷണങ്ങൾ അവരെ ഭിന്നിപ്പിക്കുന്നൊരവസ്ഥയിലേക്ക്, ഒരു തലത്തിലേക്ക് എത്തിക്കുന്ന വിധം ചിലർ പ്രവർത്തിച്ചപ്പോ അതിനുവേണ്ടി സംഘടന ഉണ്ടാക്കി മുന്നോട്ട് വന്ന് അതിന്റെ വാർഷികം നമ്മുടെ മലബാറിൽ കോഴിക്കോട്ട് കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിച്ചപ്പോ അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അഹമ്മദ് കോയ ഷാലിയത്തി തങ്ങളടക്കമുള്ളവർ അത് തടയാൻ ശ്രമിച്ചപ്പോൾ ആലിമീങ്ങളെ പോലും അംഗീകരിക്കാതെ നമ്മുടെ കേരളത്തിൽ മലബാറിന്റെ മണ്ണിൽ മുസ്ലിങ്ങളിൽ ഭിന്നതയുണ്ടാക്കാൻ അതിശക്തമായ നീക്കം നടക്കുന്നെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ വലിയ ആരിഫമായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആലിമീങ്ങളെ വിളിച്ചുകൂട്ടി മുഷാവറ ചെയ്ത് പടച്ച റബ്ബിൽ നിന്നു കിട്ടിയ ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിപ്പടുത്തതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അസ്ഥിവാരമിട്ട കാലഘട്ടത്തിന്റെ ചരിത്രം മുഴുവൻ പഠിക്കും നിങ്ങൾ. എല്ലാ സ്ഥലത്തും സമത്വ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് എന്താണ് ബിദ്അത്ത്, എന്താണ് സുന്നത്ത് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ സംബോധന ചെയ്ത സ്ഥലത്തൊക്കെ യാ അയ്യുഹല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന് എടുത്തു പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ. ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിച്ചവരെ, സൽക്കർമ്മം അനുഷ്ഠിച്ചവരെ, അതാണ് ഖുർആന്റെ ഭാഷ്യം. വിശ്വാസം ശരിപ്പെട്ടുകൊണ്ട് സൽക്കർമ്മം അനുഷ്ഠിച്ചേ പ്രയോജനമുള്ളൂ. വിശ്വാസം ശരിപ്പെടാതെ സൽക്കർമ്മം അനുഷ്ഠിച്ചത് കൊണ്ട് പ്രയോജനമില്ല. വിശ്വാസം ശരിപ്പെടണം, അഥവാ അഖീദ ശരിയാവണം. അഖീദ ശരിപ്പെട്ടുകൊണ്ട് ബാക്കി ചെയ്തിട്ടേ ഫലമുള്ളൂ. മാനിക്കേണ്ടവരെ മാനിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം. തസൗഫിന്റെ അടിസ്ഥാനം തന്നെ പറയുന്നത് ഇജ്അൽ അമലക മിൽഹൻ വ അദബക ദഖീഖൻ എന്നാണ്. നീ നിന്റെ അമല് ഉപ്പോളമാണെങ്കിലും നിന്റെ അദബ് മാവോളം വേണം. മാവും ഉപ്പും തമ്മിലുള്ള അംശബന്ധം നമുക്കറിയാമല്ലോ. ഉപ്പെത്ര കുറച്ചാണെങ്കിലും മാവിൽ അത് പ്രതിഫലിക്കും നമുക്കറിയാം. ഉപ്പിന്റെ ആധിക്യമുണ്ടായാൽ, അതുപോലെ തന്നെ മാവ് കുറഞ്ഞു പോയാൽ സംഭവിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. നമ്മൾ എത്ര കുറച്ച് അമല് ചെയ്യുന്നവരാണെങ്കിലും അദബ് കൂടുതൽ വേണം. അദബില്ലാത്തവൻ അമല് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അദബ് പാലിക്കൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ ബിദ്ഈ ചിന്ത കൊണ്ടുവന്ന ആളുകൾ അദബിന്റെ അടിത്തറ തന്നെ തകർത്തു. എന്തിനധികം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതർ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നല്ലോ. അതോടുകൂടി അദബിന്റെ അറ്റം പൊളിഞ്ഞില്ലേ? നബി തങ്ങളെ പോലും സാധാരണക്കാരനാക്കി ചിത്രീകരിക്കുന്ന ഒരു വിടുവേലയല്ലേ ചെയ്തത്? ആ രീതിയിൽ നമ്മുടെ സമൂഹത്തിന്റെ ആരാധനകളിലും നമ്മുടെ സമൂഹത്തിന്റെ ആചാരങ്ങളിലും വിദ്അത്ത് കണ്ടെത്തിക്കൊണ്ട് വെട്ടിച്ചുരുക്കുവാനും കുറക്കുവാനും ഒക്കെ ആളുകൾ വന്നപ്പോ തെറ്റാണെന്ന് പറയാൻ സമത്വം വന്നു. 1920 മുതൽ ആരംഭിച്ച ഈ അഭിപ്രായാന്തരം 25 വരെ പണ്ഡിതന്മാർ ശക്തിയുക്തം ഒറ്റക്കെതിർത്തു. 25 കഴിയുമ്പോൾ ഇത് പടരുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, അവർ സംഘടിത രൂപത്തിലാണെന്ന് ബോധ്യപ്പെട്ടപ്പോ, അള്ളാഹുവിങ്കൽ നിന്നുള്ള തീരുമാനപ്രകാരം തന്നെ അള്ളാഹുവിന്റെ വലിയ ആരിഫുമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുഷാവറ നടത്തി ചിന്തിച്ച് തീരുമാനമെടുത്തുകൊണ്ടാണ് സമത്വ അസ്ഥിവാരമിട്ടത്. അന്ന് മുതൽ സമത്വ സമൂഹത്തോട് പറഞ്ഞു, ഇന്നതാണ് ശരി. ഒരാശയവും സമത്വ സ്വന്തമായി സമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടില്ല. ഒരഭിപ്രായവും സമത്വ സ്വന്തമായി പറഞ്ഞിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ ദീനിന്റെ അടിസ്ഥാനത്തിൽ. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ സ്വഹാബത്തിന് എന്ത് പഠിപ്പിച്ചു കൊടുത്തവോ, സ്വഹാബ എന്ത് ഉൾക്കൊണ്ടുവോ, അത് മാത്രമേ പരിശുദ്ധ തിരുദൂതർ പഠിപ്പിച്ചത് മാത്രമേ സമത്വ ചെയ്തുള്ളൂ, പറഞ്ഞുള്ളൂ. നബി തങ്ങളുടെ വാക്ക്, നബി തങ്ങളുടെ പ്രവൃത്തി, അഫ്ആലുഹു വ അഖ്വാലുഹു വ തക്രീറാത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലപ്പുറം ഒന്നും സമത്വ ചെയ്തില്ല. ഇത് മാത്രമേ സമത്വ സമൂഹത്തോട്, ഒരു വിഷയത്തിലും സമത്വക്ക് സ്വന്താഭിപ്രായമില്ല.
എന്ത് സമത്വ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുത്തു എന്ന ചോദ്യത്തിന്റെ മറുപടി, ഒന്ന്, മതപരമായ ശരിയായ ദിശ പഠിപ്പിച്ചു. രണ്ടാമത്തേത്, കേരളീയ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആദർശബോധമുള്ള ഒരു തലമുറയെ വളർത്തുകയും അടിസ്ഥാനപരമായി മതബോധം അവർക്ക് പകർന്നു കൊടുക്കുവാൻ മദ്രസ സംവിധാനം വ്യാപിപ്പിക്കുകയും ദർസും മദ്രസയും അറബി കോളേജും സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസവും കൊടുത്തു. അതുകൊണ്ട് തന്നെ സൗഹൃദം നിലനിർത്താൻ സമത്വ ശക്തമായി ഉപദേശം നൽകി. ഇന്നും നമ്മുടെ പാഠപുസ്തകത്തിൽ കൃത്യമായി കാണാം ഹുബ്ബുൽ വത്തൻ എന്നൊരു പാഠം, സ്വരാജ്യ സ്നേഹം എന്ന പാഠം. രാജ്യത്തെ സ്നേഹിക്കേണ്ടത് കൊച്ചുകുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു സമത്വ. മതപരമായി നമ്മുടെ സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോഴും രാജ്യസ്നേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തീവ്രവാദം നമ്മുടെ സമൂഹത്തിൽ വളരാതിരിക്കാൻ, വിഘടനവാദം വളരാതിരിക്കാൻ നമ്മുടെ സമൂഹത്തെ ശരിക്ക് കാവൽ നിന്നുകൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നയിച്ചു മുന്നോട്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ പാരീസിൽ ബോംബ് സ്ഫോടനത്തെ കുറിച്ച് കേട്ടല്ലോ. പാരീസിൽ നടന്ന ബോംബ് സ്ഫോടനം IS ഏറ്റെടുത്തു എന്നതുകൊണ്ട് തന്നെ മുസ്ലിം ഉമ്മത്തിന് എന്തുമാത്രം ദാരുണമായി പോയി. അത് അവർ ഏറ്റെടുത്തതോ അവരെ കൊണ്ട് ഏറ്റെടുപ്പിച്ചതോ അവരെ മേൽ വെച്ച് കെട്ടിയതോ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ഉണ്ടാക്കിയതോ ഇനി IS തന്നെ, ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് സിറിയ ഇറാഖ് ആൻഡ് സിറിയ എന്ന് പറയുന്ന, ദായിഷ് എന്ന് പറയുന്ന ആ സംഘടനയെ ആരോ ഇസ്ലാമിന്റെ മേൽ വെച്ച് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതോണോ അറിയില്ല. ദുരൂഹതകൾ അതിന്റെ പിന്നിലൊക്കെയുണ്ട്. പക്ഷേ അവിടെ നടന്ന ആ സ്ഫോടനത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ ഇമേജ് അത്രമാത്രം കളങ്കപ്പെട്ടു. എവിടെ നോക്കിയാലും മുസ്ലിങ്ങൾക്കെതിരെ ഒരു ക്രൂരമായ നോട്ടം അധികാരി വർഗത്തിലും നമ്മൾ അനുഭവിക്കുന്നില്ലേ? ആ ഒരു അവസ്ഥാവിശേഷം മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കാൻ എന്തിന് നമ്മുടെ ആളുകൾ പാടുപെടുന്നു? ഇസ്ലാമിനെ എങ്ങനെയാണോ ലോകത്ത് ദഅവത്ത് ചെയ്യേണ്ടത്? ഇക്കണ്ട മദ്രസയും ഇക്കണ്ട പള്ളിയും ഇക്കണ്ട ദീനി സ്ഥാപനങ്ങളും ദർസും മുഅല്ലിങ്ങളും മുതഅല്ലിമുകളും നിറഞ്ഞു നിന്നിട്ട് ഒരു വൃത്തികെട്ട നോട്ടം നമ്മുടെ നേരെ നോക്കാൻ കേരളത്തിലെ ആ മുസ്ലിം സഹോദരങ്ങൾക്ക് മനസ്സില്ലാത്തത് എന്തുകൊണ്ടാ? ഈ ശുഭ്രവസ്ത്രധാരികളായ പണ്ഡിതന്മാരൊന്നും ഒരു ദ്രോഹവും അവർക്ക് ചെയ്തിട്ടില്ല. അവരെ ദർശനം അവർ പ്രചരിപ്പിക്കുന്നു, അവരെ ദർശനം അവർ പഠിപ്പിക്കുന്നു. നമ്മളതിനെതിരല്ല. നമ്മുടെ മതം നമുക്ക്, അവരെ മതം അവർക്ക്. സംഘടനത്തിന്റെ പാത അതിന്റെ പിന്നിൽ നമ്മൾ തുറന്നിട്ടില്ല. കേരളക്കരയിൽ ഇന്നോളം ഇസ്ലാമിന്റെ വളർച്ചയിൽ കേവലം വിരലെണ്ണാവുന്ന പ്രബോധകന്മാർ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയപ്പോ ആദ്യം ഒരു 12 പേര് വന്ന് ഒരു 10 പള്ളി സ്ഥാപിച്ച് സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വളർത്തിയ ദീൻ, 10 പള്ളിയിൽ നിന്നും 12 പേരിൽ നിന്നും ഉയർന്നു വന്ന 78 ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ആയിരക്കണക്കിന് പള്ളികളുണ്ട്, പള്ളി ദർസുകളുണ്ട്. 12,000 മതപഠിതാക്കളുണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. 30 ലക്ഷം കുട്ടികൾക്ക് സമത്വ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പൊതുപരീക്ഷയിൽ 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. 30 ലക്ഷത്തിൽ പരം കുട്ടികൾക്ക് പഠിക്കണം. നിങ്ങൾ അത്ര വലിയ വിദ്യാഭ്യാസം ഇപ്പോൾ കേരളത്തിൽ നടത്തിയ ഒരു ഏജൻസി ഏതാ വേറെ? ബഹുഭൂരിപക്ഷം വരുന്ന കേരളീയർക്കും മതം പഠിക്കാൻ സമത്വയല്ലേ ആശ്രയം. ഇന്ന് വിദേഹത്തിലേക്ക് പോയവരും വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നവരും ഒക്കെ സമത്വയുടെ പഠനം പൂർത്തിയാക്കാത്തത് കൊണ്ട് തെറ്റിപ്പോയവരാ. ഒരു 10ാം ക്ലാസ് വരെ സമത്വയുടെ സിലബസിൽ ശരിക്ക് പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല മുദരിസിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് ദീൻ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ തിരിച്ചറിയുന്ന ഒരു മനസ്സൊരുത്തൻ ഉണ്ടായി കിട്ടിയാൽ അവനൊരിക്കലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാത വിട്ടു പോകില്ല. പിന്നെ സ്വാർത്ഥം പരികളായ ചില ആളുകൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോകുന്നുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുത്തെങ്കിലേ ഉണ്ടാകൂ. പടച്ചറബ് നമ്മുടെ ഹിദായത്തിൽ തന്നെ നമ്മൾ നിലനിർത്തി തെരുമാറാവട്ടെ. നമ്മൾ അതിനാ ദുആ ചെയ്യേണ്ടത്. പടച്ചറബ് വഴിതെറ്റിക്കാൻ വിചാരിച്ചാൽ പെട്ടെന്ന് വഴിതെറ്റും. ആളുകൾ പെട്ടെന്ന് വഴിതെറ്റിപ്പോകും. ഈ അവസ്ഥയിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിപ്ലവകരമായ പ്രവർത്തനത്തെ വിലയിരുത്തും നിങ്ങൾ. ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇക്കണ്ട ദിശാബോധം കൊടുത്തു എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ഈ ഉമ്മത്തിന് വേണ്ട എല്ലാം കൊടുത്തു. നമുക്ക് ആവശ്യമായ പള്ളി ദർസുകളും അതുപോലെ തന്നെ അറബി കോളേജുകളും പുറമെ നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ദീൻ പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ ഉന്നതമായ കലാലയങ്ങൾ. നിങ്ങളെ തൊട്ടപ്പുറത്തില്ലേ ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി? ആ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നമ്മൾ സ്ഥാപിക്കുമ്പോൾ, നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അത് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾക്കറിയുമോ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അറുപഴഞ്ചന്മാർ എന്ന് പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരും അതുപോലെ തന്നെ MM ബഷീർ മുസ്ലിയാരും നവ്വറല്ലാഹു മർക്കദഹുമാ, ആ 2 മഹത്തുക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരാണ് ദാർഹുദക്ക് അസ്തിവാരമെടുത്ത ബഷീർ ഉസ്താദിന്റെ ബുദ്ധി, ഹൈദ്രോസ് മുസ്ലിയാരുടെ പ്രവർത്തന വൈഭവം. 2 പേരും സമത്വയിലെ പഴക്കം ചെന്ന പഴഞ്ചൻ നേതാക്കൾ. SSLC പോലും കുട്ടികൾ എഴുതിക്കില്ല. 11 വയസ്സാകുമ്പോൾ 11.5 വയസ്സാകുമ്പോൾ കുട്ടിയെ തരണം. 11.5 വയസ്സിൽ കുട്ടിയെ ഞങ്ങൾ ഏൽപ്പിക്കണം. SSLC പോലും നിങ്ങളെ കുട്ടിയെ എഴുതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുകുട്ടികളെ ചേർത്ത് ചമ്മാട്ട മാനിപ്പാടത്ത് ഒരു വിശാലമായ കെട്ടിടം പണിതുകൊണ്ട്, മഴ പെയ്താൽ വെള്ളം നിൽക്കുന്ന പ്രദേശത്ത് ഒരു കെട്ടിടം പണിതുകൊണ്ട് കുട്ടികളെ മാടി വിളിച്ചപ്പോ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു, എവിടേക്കാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്?
ഈ പഴഞ്ചൻ സംഘടന നമ്മുടെ വിദ്യാഭ്യാസ രംഗം തകർത്തുകൊണ്ട് കുട്ടികളെ പുറകോട്ട് കൊണ്ടുപോവുകയാണ്. ചോദിച്ചു, ആ കുട്ടികളെ പഠിപ്പിച്ച് 12 കൊല്ലം പഠിപ്പിച്ച് ഇന്ന് എവിടേക്ക് എത്തിച്ചു നമ്മള്? ഇന്ന് ലോക തലങ്ങളിൽ ഈ കുട്ടികളുടെ സേവനം നമ്മൾ അനുഭവിക്കുന്നു. അവിടെ നിന്ന് പഠിച്ചുപോയ ഉന്നത ബിരുദധാരികളായ മക്കൾ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗത്ത്, നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് എന്ന് പറയാം, BBC-യിൽ പോലും, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസിയാ. ആ ന്യൂസ് ഏജൻസിയിൽ പ്രവർത്തിക്കാൻ ചെമ്മാട്ട് നിന്ന് ബിരുദമെടുത്ത കുട്ടിക്ക് കഴിഞ്ഞു. SLC പാസ്സായിട്ടില്ല. യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എഴുതാൻ SLC പാസ്സായിക്കൊള്ളണമെന്ന് നിയമമില്ലല്ലോ. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുണ്ട്, സംവിധാനം തത്തുല്യമായി പലതുമുണ്ട്. പാരലൽ പഠന സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ പഠിച്ച മിടുക്കന്മാരായി ഡിഗ്രിയും PGയും PhDയും നേടി. അവിടെ നിന്ന് അവർ പോയി BBC-യിലേക്ക് പോയി. അൽ ജസീറ ചാനൽ ഏറ്റവും കൂടുതൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ചാനലാ. ആ ചാനലിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ മേഖലയിലേക്ക് ഒരു കുട്ടി ഉയരുമ്പോ നോക്കണം, ദാറഹുദയുടെ സന്തതി. നമ്മുടെ സന്തതികൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ലേ? നൈജീരിയയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വരുമ്പോ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് തലപ്പത്തിൽ ഹുദവി വന്നിരിക്കുമ്പോ, ദുബൈയിലെ കോർട്ടിൽ ട്രാൻസ്ലേറ്ററായി ആ സ്ഥാപനത്തിൽ നിന്ന് വളർന്നു വന്ന കുട്ടിയിരിക്കുമ്പോ, ബ്രിട്ടീഷ് സ്കൂളിൽ പഠിപ്പിക്കുന്ന പ്രിയ സുഹൃത്ത് സംസാറിലേക്ക് ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കണ്ടില്ലേ നിങ്ങൾ? അത്ര വലിയ പ്രതിഭകളെ സമ്മാനിക്കാൻ മാത്രം നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുൽ ഒരു കൊച്ചു സ്ഥാപനത്തിന് കഴിഞ്ഞുവെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത ബർക്കത്ത് മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചവർ ഇന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് മൂക്കത്ത് വിരൽ വെക്കുന്നു. ഖത്തറിൽ പോയി നോക്ക്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അലാഖാത്തുൽ ആമ, പബ്ലിക് റിലേഷൻ, ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥൻ ഈ സ്ഥാപനത്തിൽ പഠിച്ചു വളർന്ന കുട്ടിയാ, ദാറുഹുദയിൽ പഠിച്ചു വളർന്ന കുട്ടിയാ. അടുത്ത കാലത്ത് നമ്മൾ വാഫി സിലബസ് ആരംഭിച്ചത്, തൊട്ടടുത്ത കാലത്ത്. അതിന് ഉദവിയോളം പഴക്കമില്ലെങ്കിലും ആ കുട്ടികൾ കുതിച്ചു ചാടി എവിടെ വരെ എത്തി? 5 കുട്ടികളാണ് ഒരുമിച്ച് PhD എടുത്തത് കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, അൽ അസ്ഹറിൽ നിന്നല്ല. അൽ അസ്ഹറിൽ നിന്ന് കേരളത്തിൽ പലരും ബിരുദമെടുത്തിട്ടുണ്ട്. പക്ഷെ കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദമെടുത്ത കുട്ടികൾ, കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങി പുറത്തു വന്ന കുട്ടികൾ, കേരള ഹൈക്കോടതിയിൽ ട്രാൻസ്ലേറ്റർ, വളാഞ്ചേരി മർക്കസിൽ നിന്ന് പഠിച്ചു പോകുന്ന സിലബസ് പഠിച്ചു പോകുന്ന വാഫി കുട്ടി അവിടെ ഇരിക്കുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അടുത്ത കാലത്ത് നമ്മൾ തുടങ്ങി വെച്ച സിലബസുകളൊക്കെ ഇത്ര ജനശ്രദ്ധ ആകർഷിക്കാൻ എന്താ കാരണം? വഫിയ കോഴ്സ് പരീക്ഷയ്ക്ക് കുട്ടികൾ വന്നിട്ട് അഡ്മിഷൻ കിട്ടില്ലെന്നെങ്കിലും അറിഞ്ഞിട്ട് പോലും അവർ പിന്നെയും പരീക്ഷ എഴുതുന്നു. വലിയ തള്ളലാണ്. സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നേടിയെടുത്ത ഈ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുല്യം നിൽക്കാൻ, കേരളത്തിൽ സമത്വക്ക് സമം നിൽക്കാൻ മറ്റൊരു പ്രസ്ഥാനവും ഇന്നുവരെ വളർന്നിട്ടില്ല എന്നത് ഒരു വസ്തുതയായി മനസ്സിലാക്കണം. നിങ്ങൾ ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതക്ക് കളങ്കം ചേർക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മൾ അഹങ്കാരത്തോടു കൂടിയല്ല പറയുന്നത്, അഭിമാനത്തോടു കൂടിയാണ്. പക്ഷെ ഇത് ഗ്രാസ് റൂട്ടിൽ നിന്ന് താഴെ തടന്ന് നമ്മളിത് വളർത്തിക്കൊണ്ടുവരുമ്പോ പഴയകാല ചരിത്രം പഠിക്കണം. നമ്മൾ പൂർവ്വസൂരികളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഇത് സ്ഥാപിക്കുമ്പോ, ഞാൻ നേരത്തെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനം സൂചിപ്പിച്ചതുപോലെ, ആ തിരുവചനത്തിൽ പറഞ്ഞതുപോലെ, ആലിമീങ്ങളും ഉമറാക്കളും സാധാരണക്കാരും ഒരേ പന്ഥാവിൽ സഞ്ചരിച്ചവരാ. ആ പന്ഥാവിൽ സഞ്ചരിച്ചപ്പോൾ സത്യത്തിൽ നമുക്ക് ഗ്രാമങ്ങളിൽ വേരുണ്ടാക്കുവാനും ഉയർത്തിക്കൊണ്ടുവരുവാനും പൂർണ്ണമായും സാധിച്ചു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇടക്കാലത്തിനെ തകർക്കാൻ ചില ആളുകൾ വന്നു. വിദ്അത്തുകാർക്ക് സാധിക്കാത്തത് സാധിപ്പിക്കാൻ വേണ്ടി അവർ വന്നു. അവരിതിനെ തകർക്കുവാനും ഈ മുന്നേറ്റം തകർക്കുവാനും എന്താ ചെയ്തത്? നേരത്തെ എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർ ചെയ്ത പ്രവർത്തനം മുസ്ലിം സംഘശക്തിയെയും സമത്വയെയും ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പച്ചയായി തന്നെ പറയുന്നു, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിശക്തമായി എതിർത്തുകൊണ്ടാണ് സമത്വക്കുള്ളിൽ കലാപ കൊടിയുയർത്തിക്കൊണ്ട് 1979 നമ്മളൊക്കെ മറുഭാഗത്ത് ഇന്ന് സുന്നി ജമാഅത്ത് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയതിന്റെ നേതാവിനെ കാണുന്നത്. 1974 അദ്ദേഹം സമത്വയിൽ മുഷാവറ മെമ്പറായി കടന്നു വന്നു. 79 തന്നെ കലാപക്കൊടി തുടങ്ങി. അതിനു മുമ്പ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ തെരുവിൽ ചർച്ച ചെയ്യുന്ന ചർച്ചയും ഉണ്ടായിരുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഞാൻ പരസ്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെക്കാര്യം പറയാതിരുന്നിട്ട് ഫലമില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു മതസംഘടനയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും. അത് മുസ്ലിം ലീഗ് ആകണമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അത് തന്നെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടി നിൽക്കുന്ന ആളുകൾ മുഴുവൻ സമത്വക്കാരാണ്. എന്നാൽ ഈ കൂടി നിൽക്കുന്നവർ മുഴുവൻ രാഷ്ട്രീയത്തിൽ ഒരേ അഭിപ്രായക്കാരായിക്കൊള്ളണമെന്നില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. സമത്വയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധം പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു വരുന്നത് പോലെ എല്ലാ സമത്വക്കാരും മുസ്ലിം ലീഗുകാരായിക്കൊള്ളണമെന്നില്ല.
എല്ലാ മുസ്ലിം ലീഗുകാരും സമത്വക്കാരായിക്കൊള്ളണം എന്നുമില്ല. ഈ ഒരു ബന്ധം പണ്ഡിത ഭാഷയിൽ പറഞ്ഞാൽ ഈ ഉമൂമു ഖുസൂസ് മിൻ വജ്ഹ് എന്ന് പറയുന്ന ആ ഒരു വസ്തുത ഏത് കിതാബോധി പഠിക്കുന്ന പ്രാഥമിക മുതഅല്ലിമിനും അറിയാവുന്ന ആ ബന്ധം ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഒരേ രാഷ്ട്രീയ പാർട്ടിക്കാരായിക്കൊള്ളണമെന്നില്ല. എന്നാൽ എല്ലാവരും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവരാ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാവും. അതിലൊരു പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ കൂടുതലുണ്ടായെന്ന് വരും. അത് സ്വാഭാവികമാണ്. കാരണം കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഭൂരിപക്ഷം ഏത് പാർട്ടിയിൽ അണിനിരക്കുന്നുവോ ആ ഭൂരിപക്ഷം ആളുകൾ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഉണ്ടാകും. കാരണം കേരളത്തിലെ ബിദ്ഈ സംഘടനകളെക്കാൾ ഭൂരിപക്ഷം സമത്വക്കാണ്. ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ തംതുലനത്തിൽ ഒരിക്കലും നമ്മൾ സമത്വ ഇന്ന പാർട്ടിയായി എന്നോ അല്ലെങ്കിൽ സമത്വക്കാർ രാഷ്ട്രീയത്തിന് സമത്വ അടിയർ വെച്ചു എന്നോ പറയാറില്ല. ഈ ചർച്ച തുടങ്ങുന്ന 979 മുമ്പേയുള്ള ചരിത്രങ്ങളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്ക് നിങ്ങൾ. നമുക്ക് പഴയകാല ചരിത്രം മറക്കാൻ പറ്റില്ലല്ലോ. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. മഹാനായ ബാഫഖി തങ്ങളെ സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് മറക്കാൻ കഴിയില്ല. മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ, ആ മഹാനായ ബാഫഖി തങ്ങളാണ് 1945 അന്ന് മുതലാണ് ബാഫഖി തങ്ങളുടെ സേവനം സമത്വ കേരള ജംഇയ്യത്ത് നമുക്ക് ലഭ്യമാകുന്നത്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ തുറന്നു പറയുന്നു, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പ്രവണത, ആ പ്രവണത തീർത്തും അപകടകരമാണ്. ആ അപകടകരമായ പ്രവണത എന്തെന്ന് ചോദിച്ചാൽ, മുസ്ലിം രാഷ്ട്രീയ സംഘശക്തിക്ക് അഥവാ മുസ്ലിം ലീഗിന് ഒരു പ്രസക്തിയുമില്ല എന്ന് ചിന്തിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന് ചിന്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകരും വളർന്നു വരുന്നുണ്ട്. രണ്ടും ഒരുപോലെ അപകടം ചെയ്യും. സമത്വക്ക് പ്രസക്തിയില്ലെന്ന് ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളും നമ്മുടെ മുസ്ലിം ലീഗിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് പ്രസക്തിയില്ലെന്ന് ചിന്തിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അഥവാ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചെറുപ്രവർത്തകരായ ആളുകൾ, രണ്ട് ചിന്തയും അപകടപ്പെടും. എന്താ കാരണം? ഈ ചിന്ത നമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് 974 സമസ്തയിൽ കയറി വന്ന അദ്ദേഹവും കൂട്ടരുമാണ്. അതിന്റെ നേട്ടം അവർക്കാണ്. ഭൂരിപക്ഷമുള്ള രണ്ട് പ്രസ്ഥാനങ്ങളെ തമ്മിൽ തല്ലിച്ചിട്ട് അതിന്റെ ഇടയിലൂടെ മുട്ടനാളുകളെ കൂട്ടിമുട്ടിച്ചിട്ട് ചോര ഊറ്റി കുടിക്കാൻ വരുന്ന കുറുക്കനെ നമ്മൾ തിരിച്ചറിയണം. ആ കുറുക്കനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടം വരും എന്ന് കരുതി എല്ലാവരും ഒരു പാർട്ടിക്കാരാകണമെന്ന് സമത്വം ഒരിക്കലും പറയാറില്ല. ഒരു സംഘടനയിലുള്ള ഭൂരിപക്ഷം ആളുകളെ വെറുപ്പിക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കാൻ പാടില്ല. ഞാൻ വളരെ അറുത്തു മുറിച്ച് പറയുന്ന അപകടം വരും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടരും പരസ്പരം സഹായിക്കേണ്ടി വരും. അതേസമയത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒരിക്കലും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗമാക്കാതിരിക്കുവാനോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ അവരെ ഭാഗമാക്കാതിരിക്കുവാനോ കഴിയില്ല. വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ, ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രസക്തി അംഗീകരിക്കാത്ത ഒരാൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അംഗീകരിക്കുന്നയാൾ സ്വാഭാവികമായും ഈ കൂട്ടത്തിലുണ്ടാവും. പക്ഷെ രണ്ടിനെയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തിരിച്ചറിയണം, ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത് സത്യത്തിൽ ഈ രണ്ടു കൂട്ടരുമല്ല, സമത്വക്കാരുമല്ല, മറിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുമല്ല. ഈ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ തമ്മിൽ തല്ലിച്ച് മുതലെടുക്കാൻ, മഹല്ല് പിടിച്ചടക്കാൻ, പള്ളി മദ്രസകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ തിരിച്ചറിയാൻ നമുക്കൊക്കെ കഴിയണം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, മുടി വിഷയത്തിൽ മാനം കെട്ട് നിൽക്കുന്ന ആളുകൾ, മാസപ്രവേശത്തിൽ മാനം കെട്ടുപോയ ആളുകൾ, ഖാദിയെ നിയമിച്ച് ബഹിഷ്കൃതരായ ആളുകൾ, മഹല്ലത്തിലെ മദ്രസയും പള്ളിയും പിടിച്ചെടുക്കാൻ ശ്രമിച്ച് കേസുകളിൽ തോറ്റ് തൊപ്പിയിട്ട ആളുകൾ, ഈ സമുദായത്തിലെ മുസ്ലിം ലീഗിനെയും സമത്വയും തമ്മിൽ തല്ലിച്ചിട്ട് മഹല്ലത്തിൽ കയറി ഭരിക്കാനാണ് വ്യാമോഹിക്കുന്നെങ്കിൽ അത് ഈ സമുദായം അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ലെന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെയാണ് നമ്മൾ ബോധം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെ ഈ സമുദായത്തെ കുരങ്ങ് കളിപ്പിക്കാൻ വരുന്നവരെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കരുത്, ഇരുത്തേണ്ടടുത്ത് ഇരുത്തുകയാണ് വേണ്ടത്. അവരെ വിശ്വസിച്ചു പോകുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്, ഒരിക്കലും അവരെ വിശ്വസിക്കേണ്ട. കുളത്തിൽ കൊണ്ടുപോയി ഇറക്കി ഏണി വലിക്കുമയാൾ. താൽക്കാലിക നേട്ടത്തിന് വേണ്ടി അയാളെ ഏണിയിൽ കയറുന്ന ആളുകൾ കയറാൻ വരെ വഴി നോക്കേണ്ടി വരും. അപകടം വരുമെന്ന് തിരിച്ചറിവ് വേണം. പക്ഷേ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവ്വകാല ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, സമത്വയെ ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയ പ്രസ്ഥാനം അതിന്റെ വിദ്യാഭ്യാസ ബോർഡാണ്. നാട് നീളെ നടക്കുന്ന മദ്രസകൾ, മദ്രസ സംവിധാനങ്ങൾ 1945 മെയ് 27, 28 തീയതികളിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാസമ്മേളനം 16ാം സമ്മേളനം കാര്യവട്ടത്ത് നടന്നു. കാര്യവട്ടത്ത് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കുമ്പോ ആ മഹാസമ്മേളനത്തിൽ
കാര്യവട്ടം സമ്മേളനത്തിൽ കാര്യമായി പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളാ, നവ്വറല്ലാഹു മർക്കദ. ആ മഹാന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബാഫക്കി തങ്ങൾ അന്ന് പ്രസംഗിച്ചു. എന്നാൽ ഈ പ്രസംഗം നോക്കണം നിങ്ങൾ. ബാഫക്കി തങ്ങളുടെ ദീർഘദൃഷ്ടി, പടച്ചറബ് കൊടുത്ത ബുദ്ധിശക്തി. 1945 2 കൊല്ലമേ ഇന്ത്യ പിന്നെ സ്വതന്ത്രമാകാനുണ്ടായുള്ളൂ. 47 നമ്മൾ സ്വതന്ത്രരായി. ബാഫക്കി തങ്ങൾ അന്ന് പ്രസംഗിച്ചു, ഇന്ത്യ സ്വതന്ത്രമാകും. നമ്മൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നമ്മുടെ മദ്രസകളിൽ വെച്ചുകൊണ്ട്, നമ്മുടെ സ്കൂളുകളിൽ വെച്ചുകൊണ്ട് മദ്രസ പഠനം നടത്തിയിരുന്നുവെങ്കിൽ ഇനിത് നടക്കില്ല. അതുകൊണ്ട് നമുക്ക് വേറെ തന്നെ നല്ല മനോഹരമായ മദ്രസ സംവിധാനം വേണ്ടി വരും. മഹാനായ ബാഫക്കി തങ്ങൾ പ്രസംഗിച്ചു. മഹാനായ ബാഫക്കി തങ്ങൾ അത് പ്രസംഗിച്ചുകൊണ്ട് ബാഫക്കി തങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞു, ഈ സമൂഹത്തിന് സ്വന്തമായി മദ്രസ സംവിധാനം നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. വളരെ ബുദ്ധിയുള്ളൊരു ഉപദേശം. സമുദായം അത് ഏറ്റുപിടിച്ചു, പണ്ഡിതന്മാർ അത് ഏറ്റുപിടിച്ചു. 1949 കാലഘട്ടത്തിന്റെ ചരിത്രം പഠിച്ചു നോക്ക് നിങ്ങൾ. ബാഫക്കി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ചെയ്ത സേവനത്തിന്റെ അംഗീകാരമാണ് ഞാൻ പറയുന്നത്. ബാഫക്കി തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ചെലുത്തിയ സ്വാധീനത്തിന്റെ പരിണിത ഫലം എന്നോണം സെപ്റ്റംബർ 1-ാം തീയതി മുഷാവറ കൂടിക്കൊണ്ട് ബാഫക്കി തങ്ങളുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും സാധ്യമാകുന്നിടത്തൊക്കെ മദ്രസകൾ എങ്ങനെയെങ്കിലും സ്ഥാപിക്കാൻ സമസ്ത തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ ഈ മദ്രസകളൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പ് ഊത്തുപള്ളികളിൽ നിന്നിരുന്ന കാലഘട്ടത്തിൽ മദ്രസ ഉണ്ടാക്കാൻ സമസ്ത തീരുമാനിച്ചു. 1949 1951 മാർച്ച് മാസം 23, 24, 25 തീയതികളിൽ വടകരയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 19ാം സമ്മേളനം നടന്നു. ആ സമ്മേളനത്തിലും ബാഫക്കി തങ്ങൾ പങ്കെടുത്തു. അവിടെ വെച്ചാണ് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. അവിടുത്തെ തീരുമാനമനുസരിച്ചുകൊണ്ട് 1951 സെപ്റ്റംബർ 17 വാളക്കുളത്ത് ചേർന്നുകൊണ്ട് മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന SKIMB ബോർഡ് രൂപീകരിച്ചു. ആലിമീങ്ങൾ ഈ വിഷയം ജനങ്ങളുടെ മുമ്പിൽ വെച്ചപ്പോൾ ജനങ്ങൾ അത് ഏറ്റെടുത്തു. ജനങ്ങളെ ഹഠാത് ആകർഷിച്ചു. അതിനുവേണ്ടി ഫണ്ട് പിരിക്കാൻ വേണ്ടി കൊയിലാണ്ടിയിൽ വഅദ് നടത്തിയത് ബാഫക്കി തങ്ങൾ നേരിട്ട മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങൾ നേരിട്ട് നടത്തി. ഞാൻ പറഞ്ഞു വരുന്നത്, ബാഫക്കി തങ്ങൾ അന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുണ്ട്. ഒരാളും പറഞ്ഞില്ല സമസ്ത ലീഗായി എന്ന് പറഞ്ഞില്ല. ലീഗ് അതിന്റെ വഴിക്ക് പോയി, സമസ്ത അതിന്റെ വഴിക്ക് പോയി. ആരായി ചർച്ച ഇവിടെ കൊണ്ടുവന്നത്? പഠിക്കും നിങ്ങൾ. ലീഗ് ലീഗിന്റെ വഴിക്ക്, സമസ്ത സമസ്തയുടെ വഴിക്ക്. അന്നും ഒരുപാട് കോൺഗ്രസുകാർ സമസ്തയിലുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ സമസ്തയിലുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെച്ചു എന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ ഒരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. 1957 ഫെബ്രുവരി 22 ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ മഹാനുഭാവന്റെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി. സമസ്തയുടെ ജനറൽ സെക്രട്ടറി അവരോധിതനായി. നമുക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ട്, എല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ട് ഒരു വിജിഗീഷുവിനെ പോലെ സമസ്തയുടെ തലപ്പത്ത് അദ്ദേഹം വന്നു. അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം 1957 ഫെബ്രുവരി 23 വിദ്യാഭ്യാസ ബോർഡിന്റെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോ അയനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ പ്രസിഡന്റും മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറിയും, ആ 2 മഹാപണ്ഡിതന്മാർ നയിക്കുമ്പോ അതിന്റെ ട്രഷറർ സ്ഥാനം സമർത്ഥയേൽപ്പിച്ചത് സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെയാണ്. ബാഫക്കി തങ്ങളെ ഔദ്യോഗിക സ്ഥാനത്തിരുത്തി, മുഷാവറയിൽ അംഗമാക്കി. ആരും പറഞ്ഞില്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിവറയാണ് എന്ന് പറഞ്ഞില്ല, ഒരിക്കലും പറഞ്ഞില്ല. നമ്മുടെ കുട്ടികൾ പ്രസംഗം തുടങ്ങിയപ്പോഴേ എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. സത്യത്തിൽ അവരാഗ്രഹിക്കുന്നത്, ഇവിടെ ഇവർക്ക് ഒരു പള്ളി സംബന്ധമായ കേസ് നടക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ ഈ കുട്ടികൾക്കുണ്ട്, നമ്മുടെ ചെറുപ്പക്കാർക്ക്. കാരണവന്മാരും എന്നെക്കാൾ മുതിർന്നവന്മാർക്കൊപ്പം ഉണ്ടെങ്കിലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നത് മുതഅല്ലിമീങ്ങളാണ്. ജാമിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഒരു മഹല്ലത്തിന്റെ പള്ളി കേസ് അവരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡ് കേസ്, അതുപോലെ പോലീസ് കേസ് പലതും അവർക്ക് നേരിടേണ്ടി വന്നു. അള്ളാഹു അവർക്ക് ഈ ദീനീ സേവനത്തിന് തക്ക പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ആവേശത്തോടെ വന്നവരല്ലേ? നിങ്ങളെ കീശയിൽ നിന്ന് ഈ സമയത്താണ് ഈ കുട്ടികൾക്ക് വേണ്ടത് കൊടുക്കേണ്ടത്. ഒരുപാട് സാമ്പത്തിക പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വെച്ച് ദുആ ചെയ്യാം. അവിടെ വെച്ച് ഈ സേവനം ചെയ്യുന്ന ആളുകൾ ആരാണെങ്കിലും ശരി, ഈ പാവം നല്ല ചെറുപ്പക്കാർ ദീനിനു വേണ്ടി, സമത്വക്ക് വേണ്ടി, സമത്വയുടെ സ്ഥാപന സംരക്ഷണത്തിന് വേണ്ടിയാണ് പൊരുന്നത്. നിങ്ങളെ കയ്യിൽ 1000 രൂപയൊക്കെ കൊടുക്കാൻ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അത് തന്നെ അങ്ങ് എടുത്തു കൊടുക്കും. അള്ളാഹു അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരും. ഈ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാഹുവേ മരണം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടേണ്ട ഗതി നീ വരുത്തല്ലോ തമ്പുരാനെ. ആ നിയ്യത്തോടു കൂടി 1000 രൂപയൊക്കെ കൊടുക്കാനുള്ള ആൾക്കാർ കൊടുത്തതൊരു വിജയമാക്കണം നമുക്ക്. ഞാൻ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊരു ദിശാബോധം ഉണ്ടാകാൻ ചില കാര്യം, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. തെറ്റിദ്ധാരണകൾ ആരെക്കുറിച്ചും പരത്താനും പാടില്ല. ഇന്ന് സത്യം ചെരുപ്പ് ധരിക്കും മുമ്പ് അസത്യം ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളെ സമസ്തയുടെ ട്രഷറർ സ്ഥാനത്തിരുത്തിയിട്ട്
സമത്വ കേരള അഥവാ വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറർ സ്ഥാനത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ മുഷാവറിൽ മെമ്പറാക്കിയിട്ട് ഒരാളും എന്നൊരു ആക്ഷേപം രാഷ്ട്രീയമായി സമത്വക്കെതിരെ ഉന്നയിച്ചില്ല, ആരും പറഞ്ഞില്ല. ശംസുലമ പോലും ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ വേദിയിൽ ഉണ്ടായിരുന്നു, കോൺഗ്രസിന് വേണ്ടി പ്രസംഗിച്ചിരുന്നു ശംസുലമ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വല്ലതും സംഭവിച്ചോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം സമത്വയെ ബാധിച്ചോ? അങ്ങനെ ഒരു തീരുമാനം എവിടെയും ഉണ്ടായിട്ടില്ലല്ലോ. ഈ തെറ്റിദ്ധാരണകൾ മുഴുവൻ ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടായി, എന്തിനു നമ്മൾ തർക്കിക്കുന്നു എന്ന് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. പാണക്കാട്ടെ തങ്ങന്മാരും അതുപോലെ തന്നെ ബാഫക്കി കുടുംബവും സമത്വയോട് കാണിച്ച ആ അടുപ്പവും അതിന്റെ നേതൃമഹിമയും നമ്മൾ പഠിക്കണ്ടേ? ഒരുപക്ഷെ വളരുന്ന തലമുറയിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, കുഞ്ഞു സഹപ്രവർത്തകർക്ക് ഈ ചരിത്രങ്ങൾ ഒരുപക്ഷെ വായിക്കാനോ ഉൾക്കൊള്ളുവാനോ കൂടുതൽ സമയം വിനിയോഗിക്കാൻ അവരുടെ പ്രവർത്തന തിരക്കിനിടയിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. അവരെന്തൊക്കെ പറയുന്നവന് സമത്വയോടുള്ള അവരുടെ താല്പര്യം കൊണ്ടാണ് ഈ അവർ പറയുന്നത്, അല്ലാതെ ആരോടുമുള്ള വിദ്വേഷം കൊണ്ടല്ല. എന്നതുപോലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായ ചില കൊച്ചു ചെറുപ്പക്കാർ, ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കാരണം ഞാൻ പറയാം, ചരിത്രം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടും. ഞാൻ ഈ വിഷയത്തിലേക്ക് വരട്ടെ. 1965 ഒക്ടോബർ 16 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ കൂടി ചേർന്നുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് തീരുമാനമെടുത്തു. ആ പ്രസ്ഥാനം ബിദ്അത്തിന്റെ പാർട്ടിയാണെന്ന് സമത്വ പറഞ്ഞു, ശങ്കക്കിടയില്ലാതെ. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനം പറഞ്ഞപ്പോൾ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് സമൂഹം മുന്നോട്ട് പോയപ്പോ അതിനെതിരെ ചില പണ്ഡിതന്മാർ പ്രതികരിച്ചു. അവർ യോഗ്യരായ പണ്ഡിതന്മാരായിരുന്നു, ഒരിക്കലും നമ്മളൊന്നും കുറ്റം പറയാൻ പറ്റാത്ത യോഗ്യരായ പണ്ഡിതന്മാർ, നമ്മളെക്കാൾ പ്രഗത്ഭർ. ഇന്ന് സമത്വക്ക് വെല്ലുവിളി ഉയർത്തി എന്ന് പറയുന്ന ആളുകളെക്കാൾ പ്രഗത്ഭർ. ആ പ്രഗത്ഭരായ ആളുകൾ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. അഖില കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ 1966 ഏപ്രിൽ മാസം 3-ാം തീയതി ഒരു വലിയ സമത്വ വിശദീകരണ യോഗം കോഴിക്കോട്ട് കുറ്റിച്ചലിൽ സംഘടിപ്പിച്ചു. ആ മഹാസമത്വ വിശദീകരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് പാണക്കാട്ടെ പൂക്കോയ തങ്ങളായിരുന്നു. മഹാനായ പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ, അന്ന് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരത്തുണ്ട്. മഹാനവറുകൾ അന്ന് അവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ചു, അഖില അകലെ, നമുക്ക് അഖിലയും വേണ്ട കൊകിലയും വേണ്ട, സമത്വ മതി. പൂക്കോയ തങ്ങളുടെ മുബാറക്കായ നാവ് കൊണ്ട് ആ വാക്ക് പറഞ്ഞതോടെ അഖില കേരള ജംഇയ്യത്തുൽ ഉലമ പിന്നീട് അസ്തമിച്ചു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയെ പിന്നെ നമ്മൾ കണ്ടില്ല. 1968 ഓഗസ്റ്റ് 25 മഹാനായ പാണക്കാട്ടെ പൂക്കോയ തങ്ങൾ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി. നിങ്ങൾക്കറിയുമോ, നമ്മൾ പഠിക്കണം, SYS എന്ന സംഘടനയെ ഗ്രാമാന്തരങ്ങളിൽ പരിചയപ്പെടുത്തി കൊടുത്തത് പാണക്കാട്ടെ കുട്ടിയെ മുന്നിൽ കൊണ്ടു നടന്നുകൊണ്ട. പാണക്കാട്ടെ പൂക്കോയ തങ്ങളെ ഗ്രാമാന്തരങ്ങളിൽ കൊണ്ടു നടന്നുകൊണ്ട് സുന്നി യുവജന സംഘത്തെ ശക്തിപ്പെടുത്തി. സുന്നി യുവജന സംഘം ശക്തിപ്പെട്ടപ്പോൾ സമത്വ ശക്തിപ്പെട്ടു. ആ പൂക്കോയ തങ്ങളുടെയും ആ തറവാടിനെയും മഹത്വം അറിയാത്ത ഒരാൾ 974 സമത്വ മുഷാവറിൽ കയറി വന്നുകൊണ്ട് പാണക്കാട് കുടുംബത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചു. അംഗീകരിക്കാൻ പറ്റുമോ നമുക്ക്? ഉൾക്കൊള്ളാൻ പറ്റുമോ നമുക്ക്? ഞാൻ ഈ പഴങ്കഥകൾ പറഞ്ഞുകൊണ്ട് ആളുകളെ മനസ്സിൽ വിദ്വേഷം ജനിപ്പിക്കാനല്ല. നമ്മുടെ ഈ കഥകൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തമ്മിൽ തല്ലി അദ്ദേഹം അതിന്റെ ഇടയിലൂടെ മുതലെടുത്തുകൊണ്ട് മഹല്ലത്തുകൾ കൈക്കലാക്കി കുഴപ്പം സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ബോധം നമുക്കുള്ളത് കൊണ്ടാണ്. ആ ബോധം ശരിക്കും ഉൾക്കൊള്ളണം നമ്മൾ. അവരെ സഹായിക്കുന്ന ഒരു ചെറിയ സമീപനം പോലും ഇവിടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിന്റെ പേരിൽ വിമർശനം ഉയരുവാനും പാടില്ല. 1973 ഫെബ്രുവരി 24 മുതൽ മഹാനായ പൂക്കോയ തങ്ങൾ സമത്വയുടെ മുഷാവറ മെമ്പർ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തി സമത്വയുടെ മുഷാവറ മെമ്പർ. ഓർക്കണം നിങ്ങൾ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആയി നിൽക്കുന്ന വ്യക്തി സമത്വയുടെ മുഷാവറ മെമ്പർ. എന്നിട്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടിയറ വെച്ചു എന്ന് ആരും അന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു ചർച്ച നമ്മൾ കണ്ടില്ലല്ലോ. 1981 മുതൽ മലപ്പുറം ജില്ലാ SYSന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ 973 മുതൽ സജീവമായി സുന്നത്തി ജമാഅത്തിന്റെ രംഗത്തുണ്ട്. 973 മുതൽ 73 അദ്ദേഹം ഏർനാട് താലൂക്ക് സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായിട്ടാണ് തന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 973 ഏർനാട് താലൂക്ക് SYSന്റെ പ്രസിഡന്റ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ആ കുടുംബത്തിന്റെ പാരമ്പര്യം ഓർക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹം 89 മുതൽ മരണം വരെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക കീഴ്ഘടകമായ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് അല്ലേ? ആ മഹാനായ മനുഷ്യൻ 81 മുതൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ SYSന്റെ സമത്വയുടെ മുഷാവറ അംഗമായിരുന്നു. മരണം വരെ അദ്ദേഹം സമത്വക്ക് വേണ്ടി സേവനം ചെയ്തു. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അദ്ദേഹം ഏറ്റെടുത്തു. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പോലും പ്രഖ്യാപിക്കുന്ന അവസ്ഥ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ചികിത്സയിൽ കഴിയുമ്പോൾ ഉമർ അലി ശിഹാബ് തങ്ങൾ ഏറ്റെടുത്തു. SYSന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു.
ആ ഒരു അവസ്ഥ വരെ ഇവിടെ കഴിഞ്ഞു പോയില്ലേ? വിവാദങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ, ഉണ്ടാക്കിയിട്ട് ഫലമില്ലല്ലോ എന്ന് കരുതി മുഴുവൻ ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടിയായി എന്നാണോ പറയുന്നത്? അല്ല, ഈ ചർച്ച വെറുതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതാ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ 1973 SSFന്റെ പ്രസിഡന്റാണ്. സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. 1973 അദ്ദേഹം ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന SSFന്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടല്ലോ. 1979 നവംബർ മാസം 6 തീയതി കുറിച്ചിട്ടുള്ളൂ. 979 നവംബർ മാസം 6 സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിറങ്ങിപ്പോയി. SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിറങ്ങിപ്പോയി. എന്തിന്? അദ്ദേഹം രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിച്ചതിന്റെ പേരിൽ, രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി ആക്ഷേപിച്ചതിന്റെ പേരിൽ SSFന്റെ സംസ്ഥാന കൗൺസിലിൽ തങ്ങൾക്കെതിരെ പ്രമേയം അവതരിപ്പിച്ചു. ആളുകൾ പ്രസംഗിച്ചു, തങ്ങളെ വേദനിപ്പിച്ചു. ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് നിന്ന് പാണക്കാട് തങ്ങൾ വേദനിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് SSFന്റെ തലപ്പത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന പിന്നെ ഒരു ഗുരുത്വത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സംഘടനയുടെ തലപ്പത്ത് തങ്ങൾ രാജിവെച്ചു. ഇന്നും തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ, പോയി ചോദിച്ചാൽ പറഞ്ഞു തരും. തങ്ങളാണ് ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആള്. AV അബ്ദുറഹ്മാൻ മുസ്ലിയാരും ബഹാവുദ്ദീൻ കൂരിയാടും ഒക്കെയാണ് SSF ഉണ്ടാക്കുമ്പോൾ തലപ്പത്തുണ്ടായിരുന്നത്. എന്ത് സംഭവിച്ചു അവർക്കൊക്കെ? തങ്ങൾ അതിൽ നിന്ന് രാജിവെച്ച് പോന്നു. ആ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രഗത്ഭരൊക്കെ മാറിപ്പോന്നു. 1987 മുതൽ മഹല്ലത്തുകളെ കോർത്തിണക്കിക്കൊണ്ട് സുന്നി മഹല്ല് ഫെഡറേഷൻ വന്നപ്പോ ശംസുൽ ഉലമയുടെ കൂടെ ജനറൽ സെക്രട്ടറിയായി, SMFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി നിലകൊള്ളുന്നത് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഇന്നും അങ്ങനെ തന്നെ. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. പഠിച്ചു നോക്ക് നിങ്ങൾ. സുന്നി മഹല്ല് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, 1989 മുതൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷറർ, 89 മുതൽ SYSന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ കുറിച്ച് പഠിക്കുന്ന നിങ്ങൾ ഇപ്പോഴത്തെ ആ മഹാനുഭാവൻ 2008 ഓഗസ്റ്റ് 18 മുതൽ SYSന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഈ ബന്ധങ്ങളൊക്കെ അരച്ചു മറുത്ത് മുറിച്ച് കളയാൻ പറ്റുമോ? ബാബഗീതങ്ങളെ കാലം മുതലുള്ള ഈ ബന്ധം നിലനിൽക്കുകയല്ലേ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വലിയ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷനാണ് അദ്ദേഹം. ആ പണ്ഡിത പ്രസ്ഥാനത്തിന്റെ ഉപാധ്യക്ഷൻ തങ്ങൾ അതിന്റെ തലപ്പത്തിരിക്കുമ്പോ നമ്മളെ ഭിന്നിപ്പിക്കാൻ വരുന്നവനെ തിരിച്ചറിയാനെങ്കിലും നമുക്ക് കഴിയണ്ടേ? ബാബഗീതങ്ങൾ 1945 മുതൽ ചെയ്ത സേവനം നമുക്ക് മറക്കാൻ പറ്റുമോ? ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ലീഗിനെ പോലും സമൂഹത്തിൽ വേര് പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് ഈ മഹത്തുക്കളായ സയ്യിദന്മാരെയാണ്. സയ്യിദന്മാരുടെ വിലയേറിയാത്തവർക്ക് അതറിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. 1960 കൃത്യമായി നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. 1960 ഡിസംബർ മാസം 24 തീയതി ബാഫക്കിത്തങ്ങളുടെ പാണ്ഡികശാലക്കുള്ളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ചേർന്നു. ബാഫക്കിത്തങ്ങളെ കച്ചവട പീടികയുടെ മുകളിൽ മുഷാവറ ചേർന്നു. എന്നിട്ട് ആരും അദ്ദേഹത്തെ ഇതുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമസ്തക്ക് ഊടും പാവും പകരാൻ അലിമീങ്ങൾ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയ നീക്കമായി ആരും പറഞ്ഞില്ലല്ലോ. ആ മുഷാവറിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ അടക്കമുള്ള മഹത്തുക്കളെ മുഷാവറിലേക്ക് എടുത്തതും സമസ്തയുടെ 21ാം വാർഷികം കക്കാട്ട് വെച്ച് അടുത്ത വർഷം തീരുമാനിച്ചതും അവിടെ വെച്ചാണ് പിന്നീട് സുന്നി യുവജന സംഘം പിറക്കുന്നത്. നമ്മുടെ പിരിവിന് തുടക്കം കുറിച്ചിട്ട് ഒരു സഹോദരൻ 1000 രൂപ ഇതിലേക്ക് സമ്പാദിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, ഈ ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി പണം കൊടുക്കുന്നവർക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ. ഞാൻ കൂടുതൽ ദീപിക്കില്ല. നമ്മൾ പഠിക്കേണ്ട ചില ചരിത്രങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പുതുതലമുറക്ക് കൈമാറിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ കാലത്തോട് ഈ സമയത്തോട് നമ്മൾ ചെയ്യുന്ന തെറ്റായിരിക്കും. നിങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ, ഞാനിത് കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തിൽ നിന്ന് ഇനി ഒരിക്കലും മറ്റൊരുത്തന്റെ മുമ്പിൽ ഈ കുട്ടികൾ ഇങ്ങനെ കൈനീട്ടേണ്ട അവസ്ഥയില്ലാത്ത വിധം, നമുക്കും പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി കൈനീട്ടേണ്ട അവസ്ഥയില്ലാത്ത വിധം നിങ്ങളെ കയ്യിൽ നിന്ന് കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാവരും കീശ തപ്പിക്കോ, നല്ലത് കൊടുത്തോ, അള്ളാഹു ബർക്കത്ത് ചെയ്യും. പഠിച്ചവനെ മനസ്സറിഞ്ഞതിനു വേണ്ടി കൊടുക്കുന്നവർക്ക് രോഗം കൊണ്ടോ പ്രയാസം കൊണ്ടോ വെറുതെ പണം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയെ തുടർന്ന് നീ കാക്കണേ തമ്പുരാനെ. അവരുടെയോ അവരുടെ കുടുംബത്തിന്റെയോ ഒരു ആവശ്യത്തിന് വേണ്ടി റബ്ബേ മറ്റൊരുത്തിന് മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് നീ വരുത്തല്ലേ തമ്പുരാനെ. ആമീൻ ശരിക്കും പറഞ്ഞോളൂ. കൊടുത്തില്ലെങ്കിലും ആമീൻ കിട്ടട്ടെ, കൊടുക്കലോ കിട്ടിക്കോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ, രണ്ടിലൊന്നെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ബാഫക്കിത്തങ്ങളുടെ പാണ്ഡികശാലക്ക് മുകളിൽ വെച്ച് മുഷാവറ ചേർന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആകുമ്പോൾ അവിടെ ചേർന്നാൽ എന്താകും അവസ്ഥ? ഒരു വിവാദവും സമൂഹത്തിൽ ഉണ്ടായില്ല. കാരണം വിവാദമുണ്ടാക്കാൻ കുരുട്ടുബുദ്ധി വെച്ച് പ്രവർത്തിക്കുന്ന ആളുകളൊന്നില്ല. നമ്മളെ തമ്മിൽ തെളിക്കാൻ കുറുക്കന്മാർ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ പറയട്ടെ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് നമുക്കൊക്കെ ബോധ്യമുണ്ടല്ലോ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹുവിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. അദ്ദേഹം അസ്ഹറിൽ നിന്ന് പഠിച്ചു വന്ന് പൊതുപ്രവർത്തനത്തിന്റെ പ്രാരംഭം കുറിക്കുമ്പോ
അദ്ദേഹം ചെയ്ത വലിയൊരു സേവനമാണ് 1974 ഏപ്രിൽ 4 സുന്നി യുവജന സംഘത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായി. ആ കഥ ഒരു പക്ഷേ പലർക്കും അറിയില്ല. 974 ഏപ്രിൽ മാസം 4 SYSന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ടു പോയ സയ്യിദ്. അദ്ദേഹം ഒരു കേവല രാഷ്ട്രീയക്കാരൻ മാത്രമായിരുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. വലിയൊരു ആലിമായിരുന്നു. ആലിമായ പാണക്കാട്ട പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ, അസ്ഹറിൽ നിന്ന് ബിരുദമെടുത്ത് വന്ന അസ്ഹറിൽ നിന്ന് ബിരുദമെടുത്തുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ട് കേരളീയ ഉമ്മത്തിന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന സുന്നി യുവജന സംഘത്തിന്റെ തലപ്പത്ത് വന്നു. ജില്ലയിൽ മഹാനായ ചാപ്പനങ്ങാടി ബാബ് മുസ്ലിയാർ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാ. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ശിഹാബ് തങ്ങളുടെ ചരിത്രം അറിയാത്തവർ ശിഹാബ് തങ്ങൾ സുന്നിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ശിഹാബ് തങ്ങളും സമത്വയും തമ്മിലുള്ള ബന്ധം പോരെ എന്ന് ചോദിക്കാറുണ്ട്. ആ ബന്ധം പോരെ ഹൈദരലി ശിഹാബ് തങ്ങൾക്കും എന്ന് ചോദിക്കുന്നവരുണ്ട്. ആഴത്തിൽ ചരിത്രം പഠിച്ചുകൊണ്ട് വിശകലനം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. 1962 നവംബർ മാസം 1 സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ തീരുമാനിക്കുന്നു, തെന്നിന്ത്യയിൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിനും ദൈവബന്ധ ദാറുൽ ഉലൂമിനും തുല്യമായ നമ്മുടെ കുട്ടികൾക്ക് ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് സ്ഥാപനം തുടങ്ങാൻ പോയി. 1963 ഫെബ്രുവരി 3 ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ ജാമിയക്ക് തറക്കല്ലിട്ടു. ജാമിയ നൂരിയ അറബി കോളേജിന് തറക്കല്ലിട്ട യോഗത്തിൽ ആരാ അധ്യക്ഷം വഹിച്ചത്? ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. ആരെങ്കിലും പറഞ്ഞോ ജാമിയ രാഷ്ട്രീയ പാർട്ടിയുടെ കോളേജാണെന്ന്? അവിടെ രാഷ്ട്രീയമാണ് പഠിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇന്ന് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ വിള്ളലുണ്ടാക്കാൻ വരുന്ന ആളുമേള കൂടെ നിൽക്കുന്ന ചില ഈ സ്ഥാപനത്തിൽ ബിരുദമെടുത്തു പോയവരും ഖായിദെ മില്ലത്ത് ഉദ്ഘാടനത്തിന്റെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടാണ് പുറത്തു പോയത് എന്ന ബോധങ്ങൾ ഉണ്ടാവണം. അറിയോ അവർക്ക് ചരിത്രം? വെറുതെ സമത്വയുടെ മേലിൽ ആരോപണം, രാഷ്ട്രീയ ആരോപണം, കേവല രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും സമത്വയുടെ നേതാക്കളും തമ്മിൽ കെട്ടിപ്പടുത്ത അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. ബാഫക്കിത്തങ്ങളെ കൊണ്ട് സമത്വക്ക് നേട്ടമുണ്ടായ പോലെ ബാഫക്കിത്തങ്ങളെ കൊണ്ട് പാർട്ടിക്കും നേട്ടം ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പഠിച്ചു നോക്കൂ. 936 മദിരാശി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. മദ്രാസ് നിയമസഭയിലേക്ക് കോഴിക്കോട്ട് കുറുമ്പറനാട് ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് നടക്കുക. നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാ? ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾ. മത്സരിക്കുന്നു. മറുഭാഗത്തെ സ്ഥാനാർത്ഥി ആരാ? ബി പോക്കർ സാഹിബ് മത്സരിക്കുന്നു. ഇപ്പുറത്ത് ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പോക്കർ സാഹിബ് മത്സരിക്കുന്നു. പോക്കർ സാഹിബ് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് പിന്തുണ കോൺഗ്രസ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പോക്കർ സാഹിബ്, അദ്ദേഹത്തിന് പിന്തുണ പൂർണ്ണമായി കോൺഗ്രസ്. തൊട്ടപ്പുറത്തോ ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾ. പൊടിപാറിയ മത്സരം. ആ നിർണായക ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങൾ മുസ്ലിം ലീഗിൽ എത്തിയിട്ടില്ല. അദ്ദേഹം സ്വതന്ത്ര തീരുമാനമെടുത്തുകൊണ്ട് ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങളെ പിന്തുണച്ചു. നോമിനേഷൻ കൊടുക്കാൻ രണ്ടു കൂട്ടരും കോഴിക്കോട് കലക്ടറേറ്റിൽ വന്നു. കലക്ടറേറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് മഹാനായ പോക്കർ സാഹിബ് ഒരു ബർക്കത്തിന് വേണ്ടി ആദ്യം ചെന്നത് ബാഫക്കിത്തങ്ങളെ മുമ്പിലേക്കാണ്. ബാഫക്കിത്തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ബാഫക്കിത്തങ്ങൾ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി അല്ലാത്തത് കൊണ്ട് തുറന്നു പറഞ്ഞു, ഞാൻ ഒരാൾക്ക് ദ്വാരന്ന് കൊടുത്തിട്ടുണ്ട്, രണ്ടാൾ കൂടി ദ്വാരക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് കാപ്പട്യം അറിയില്ല. ഞാൻ ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾക്ക് ദ്വാരന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി വേറെ ആൾക്ക് ദ്വാരക്കാൻ പറ്റൂല. ജയിക്കാൻ ഒരാളെ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരാൾക്ക് ദ്വാരന്നിട്ടുണ്ട്. രണ്ടാളെയും കൂടി ജയിപ്പിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. രണ്ടാൾക്കും കൂടി ദ്വാരന്ന് കൊടുക്കുന്ന ആളുണ്ട്. ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങളെ ഞാൻ ദ്വാരന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് ബാഫക്കിത്തങ്ങൾ പറഞ്ഞു. സമുദായം ബാഫക്കിത്തങ്ങളുടെ ശബ്ദം കേട്ടു. ബാഫക്കിത്തങ്ങളുടെ കൂടെ നിന്നു. ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾ വിജയിച്ചു. രാഷ്ട്രീയ പാരമ്പര്യം ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾക്ക് പോക്കർ സാഹിബിന്റെ അത്ര ഇല്ല. കോൺഗ്രസിന്റെ പിന്തുണ ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾക്ക് ഇല്ല. ബാഫക്കിത്തങ്ങളെ പവർ, ബാഫക്കിത്തങ്ങളുടെ വ്യക്തിപ്രഭാവം, അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഫക്കിത്തങ്ങൾക്ക് കൊടുത്ത ആ ജനസ്വാധീനം, ഈ ജനസ്വാധീനം ഉപയോഗിച്ചുകൊണ്ടും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ പ്രാധാന്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നേട്ടമുണ്ടായിട്ടുണ്ട്, സമത്വക്കും നേട്ടമുണ്ടായിട്ടുണ്ട്. അവിടെ മാവോ മൂത്തത് അതല്ല മാങ്ങയോ മൂത്തത് എന്ന് ചോദിച്ചുകൊണ്ട് തർക്കിക്കേണ്ട കാര്യം നമുക്കിടയിൽ ഉണ്ടാക്കി തന്ന ഇബ്ലീസ് ആരാ? ആ ഇബ്ലീസിനെ തിരിച്ചറിയാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇന്ന ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചർച്ച സമൂഹത്തിലേക്ക് വലിച്ചിട്ടവരാരാണ്? ആ ചർച്ച സമൂഹത്തോണ്ട് ചെയ്യിച്ച് നമ്മുടെ സമയം കളിക്കുന്നതാരാണ്? നമ്മുടെ തലമുറയിൽ ഈ ചർച്ച കൊണ്ടുവരാൻ ശ്രമിച്ചവരാരത് പഠിക്കണം നമ്മൾ. ഖാൻ ബഹാദൂർ ആറ്റക്കോയത്തങ്ങൾ പോക്കർ സാഹിബിനെ മറിച്ചിട്ട് കൊണ്ട് വിജയിച്ചില്ലേ? അവിടെ നിങ്ങോട്ട് ബാഫക്കിത്തങ്ങളെ പിടിച്ചു. ബാഫക്കിത്തങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്ത് വന്നു. മലബാറിൽ മുസ്ലിം സംഘശക്തി ജൈത്രയാത്ര നടത്തി. ആ മഹാന്റെ രീതിയും ഭാവവും ശരിയാണെന്ന് ചരിത്രം തെളിയിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനെ കൊണ്ടുപോയി കിടത്തിയത് പരിശുദ്ധ ഹറം ഷരീഫിൽ അഷ്റഫുൽ ഖൽഖ് മുത്ത മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അതുപോലത്തെ മഹത്തുക്കളുടെയും അന്ത്യവിശ്രമ സ്ഥാനമായ ജന്നത്തുൽ മഅലയിലല്ലേ ഇഫാദത്തിന്റെ തവാഫ് കഴിഞ്ഞിട്ട് ഒരക്ഷരം ഉരിയാടാതെ കെലിമ ചൊല്ലി മതാഫിൽ വെച്ചുകൊണ്ട് വേദന വന്ന് മരിച്ച ബാഫക്കി തങ്ങൾ. ഇഫാദത്തിന്റെ തവാഫ് കഴിഞ്ഞൊരു വ്യക്തി ഹജ്ജ് മബ്റൂറായി കഴിഞ്ഞാൽ അവന് സ്വർഗമല്ലാത്ത പ്രതിഫലമില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. ആ തത്വാംശത്തെ നമ്മൾ മറക്കാൻ പാടുണ്ടോ? അങ്ങനത്തെ ബാഫക്കിത്തങ്ങളും സമത്വയും തമ്മിലുള്ള ബന്ധം അതിനെ കേവലം രാഷ്ട്രീയ ഞാണ് കൊണ്ട് അളക്കണ്ട. അതിനെ കേവലം രാഷ്ട്രീയമായ ഒരു അളവുകോല് വെച്ച് നിങ്ങൾ അളക്കണ്ട. രാഷ്ട്രീയം എന്ന് പറയുന്നത് പലപ്പോഴും പ്രതിസന്ധിയിൽ വന്നപ്പോ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഒപ്പം നിന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾക്കറിയില്ലേ, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ കപട രാഷ്ട്രീയ മുഖം കാണിച്ചുകൊണ്ട് MDP എന്നൊരു രാഷ്ട്രീയ പാർട്ടി വന്നു. MDP വന്നപ്പോൾ അത് അപകടമാണെന്ന് സമത്വ മണത്തറിഞ്ഞു. സമത്വക്കാർ മുഴുവൻ MDPക്കൊപ്പമാണെന്നൊരു കുപ്രചരണം നടത്തി. അപ്പൊ സമത്വ പറയേണ്ടി വന്നു, MDPക്കൊപ്പം സമത്വയില്ല. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർകദ, ബഹുമാനപ്പെട്ട കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർകദ, അന്ന് നമ്മുടെ ഈ മലപ്പുറം ഏരിയയിൽ ഏറ്റവും പ്രസിദ്ധരായ മഹാപണ്ഡിതന്മാർ, ആ രണ്ട് പണ്ഡിതന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് മഹാന്മാരായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ അണിനിരത്തിക്കൊണ്ട് KC ഉസ്താദ് അടക്കമുള്ള KK ഉസ്താദ് അടക്കമുള്ള മഹത്തുക്കളെ മുന്നിൽ നിർത്തിക്കൊണ്ട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ തീരുമാനപ്രകാരം തന്നെ 1984 മെയ് 9 മഞ്ചേരിയിൽ ഒരു പണ്ഡിത സമ്മേളനം നടത്തി. മഞ്ചേരിയിൽ ഒരു പണ്ഡിത സമ്മേളനം. എന്തിന്? ഇലക്ഷന്റെ മുഖത്ത് വെച്ചൊരു പണ്ഡിത സമ്മേളനം. ആ പണ്ഡിത സമ്മേളനം മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് സമത്വ പറഞ്ഞു, MDPക്കൊപ്പം സമത്വയില്ല. സമത്വ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രാഷ്ട്രീയം വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനക്ക് രാഷ്ട്രീയമില്ല. സമത്വ തുറന്നു പറയേണ്ടി വന്നു. അവിടെ സത്യത്തിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആ യോഗം വിളിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ, മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കാൻ MDP ശ്രമിച്ചപ്പോഴായിരുന്നു. അതിന്റെ അർത്ഥം ആ പാർട്ടിക്ക് വേണ്ടി സമത്വ രാഷ്ട്രീയം കളിച്ചു എന്നല്ല. സമത്വയെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അന്ന് സമത്വ നിങ്ങൾ എല്ലാവരും കൂടി ഇന്നാൾക്ക് വോട്ട് ചെയ്യണമെന്നല്ല പറഞ്ഞത്. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എത്ര സമ്മേളനം നടക്കാറുണ്ട്? ഒരു സമ്മേളനത്തിൽ വെച്ച് ഇവിടെ വെച്ചും സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വേദിയിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സംരക്ഷിക്കാൻ സമത്വക്ക് കഴിയുമെന്ന് തോന്നുന്നുവെങ്കിൽ ആ സംഘത്തിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ കൊടുത്തിട്ടുണ്ട്. അവനവന്റെ രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തേണ്ടത് അവനവൻ തന്നെയാണ്. രാഷ്ട്രീയം സമൂഹത്തിന് പഠിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ തന്നെ ധാരാളം അവസരങ്ങളുണ്ട്. എന്നെ തെറ്റിദ്ധരിക്കണ്ട. ഞാൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ സ്വാഭാവികമായും ക്ലാസ്സുകളിൽ പങ്കെടുക്കാറുണ്ട്. അതെന്റെ രാഷ്ട്രീയം, അതൊരിക്കലും സമത്വയെ ബാധിക്കാറില്ല. ഇതിന് താല്പര്യമില്ലാത്ത ആൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ പോലുള്ള മഹത്തുക്കളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടതാ. കോട്ടുമല ഉസ്താദ്, KV ഉസ്താദൊക്കെ പലപ്പോഴും പറയുമായിരുന്നു, ഞാൻ സമത്വക്കാരനാ, അതോടൊപ്പം ഞാനൊരു മുസ്ലിം ലീഗുകാരനും കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒന്നും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ല. അദ്ദേഹം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയായി ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ച് മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ തന്നെ കോൺഗ്രസിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ചില കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും സുന്നത്ത് ജമാഅത്ത് സംരക്ഷിക്കാൻ അയാളെ പറ്റില്ല, സമത്വയെ മാത്രമേ പറ്റൂ എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ട് അവർ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ നടത്തുന്നവരുണ്ട്. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്ന വിശാലമായ ഒരു പ്രസ്ഥാനമാണ് സമത്വ. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഇടയ്ക്ക് ഈ ചർച്ചയുണ്ടാക്കിയവരെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവർ ഇതിൽ നിന്നും കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ലേ, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പോലും, പഴയതാണ് ഞാൻ പറയുന്നെങ്കിലും പുതിയത് ചിന്തിച്ചു നോക്കൂ, 2009 ഏപ്രിൽ 8 നിങ്ങൾക്കറിയില്ലേ, കോഴിച്ചനിൽ ഒരു വലിയ സമ്മേളനം നടന്നു. നിങ്ങൾ കണ്ടതല്ലേ? ഇന്ത്യ മഹാരാജ്യം ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നേരിടുന്ന ഘട്ടം, ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വരുമോ എന്ന് കണ്ട ഘട്ടം. ഒരു പാർട്ടിക്ക് വേണ്ടിയല്ല, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ആ 2009 മാർച്ച് മാസം 28 മാർച്ച് മാസം മുഷാവറ കൂടി. സമത്വ മുഷാവറ കൂടിയിട്ട് സമത്വ തീരുമാനിച്ചിട്ടാണ് കോഴിച്ചന യോഗം വെക്കുന്നത്. എന്തായിരുന്നു കോഴിച്ചനയുടെ യോഗത്തിന്റെ പ്രമേയം? നയപ്രഖ്യാപന സമ്മേളനം. നിങ്ങൾ മറന്നോ? കോഴിച്ചനിൽ വെച്ച് സമത്വ നടത്തിയ സമ്മേളനം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. എന്നോട് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പ്രസംഗിക്കണമെന്ന് നിർദ്ദേശിച്ചു. MT ഉസ്താദും കോട്ടമല ആപ്പൂസ്ലിയാരും അടക്കമുള്ള ആളുകൾ. എന്നിട്ട് അവരെ നിർദ്ദേശിച്ചു, ഇന്നതേ പറയാവൂ, ഇന്ന രീതിയിലാവണം, സമത്വക്ക് രാഷ്ട്രീയമില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ യോഗം നടത്തുന്നതിന്റെ പ്രധാന ഉദ്ദേശ്യം ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരത്തക്ക വിധം ഫാസിസ്റ്റുകൾക്ക് അനുകൂലമായ ചലനം നടക്കാൻ പാടില്ല. അതുകൊണ്ട് ആ തിന്മയെ നമ്മൾ എതിർക്കണം. ഞാൻ പോലും ഭയപ്പെട്ടു, എന്ത് പ്രസംഗിക്കും? ഒരു ഇലക്ഷന്റെ മുഖത്ത് വെച്ചുകൊണ്ടൊരു നയപ്രഖ്യാപന സമ്മേളനം, അതൊരിക്കലും ഒരു പാർട്ടിക്ക് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിക്കാത്ത വിധം, അങ്ങനെ ഒരു ലക്ഷ്യം പോലും സമത്വക്കില്ലാത്ത വിധം സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ മനോഹരമായി ഇതിന്റെ ദൗത്യം നിർവഹിച്ചു. ഫാഷിസത്തെ നമ്മൾ എതിർക്കണ്ടേ?
ഈ സമൂഹത്തിൽ അതിന് ബോധവൽക്കരണം കൊടുക്കണ്ടേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മഹാനായ സമത്തിന്റെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി ഉസ്താദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അദ്ദേഹം വന്നിട്ട് ആ യോഗത്തിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളെ കൈ ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ കാണിച്ചു തന്നു. മൻ റആ മുൻകറൻ ഫല്യുഅയ്യിർഹു ബിയദിഹി, ഒരു തിന്മ കണ്ടാൽ ആ തിന്മയെ നിങ്ങൾ കൈ കൊണ്ട് എതിർക്കണം എന്ന് ഉസ്താദ് പറഞ്ഞു. ഇവിടെയുള്ള സീലൂത്തുന്നത് ഈ കൈ കൊണ്ട് നിങ്ങൾ ആ തിന്മയെ എതിർക്കണം. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാനൊക്കെ നോക്കിയിരുന്നു പോയി. എന്തൊരു ബുദ്ധിശക്തി! എന്ത് പറയുമെന്ന് കാണുമ്പോൾ അദ്ദേഹം അത് പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫല്യുഅയ്യിർഹു ബിയദിഹി, അതിനുള്ള അവസരമാണ് വരാൻ പോകുന്നത്. 2009 ഏപ്രിൽ 8 കോഴീശ്വരിൽ വെച്ചുകൊണ്ട് ചെറുശ്ശേരി ഉസ്താദ് ചെയ്ത പ്രസംഗം, അതിന്റെ പിന്തുടർച്ചയാണ് പിന്നെ ഞാൻ പ്രസംഗിച്ചത്. ഓർക്കണം നിങ്ങൾ, അതാണ് സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾ. അതുകൊണ്ടൊന്നും സമത്വ രാഷ്ട്രീയമായി ആരും തെറ്റിദ്ധരിക്കണ്ട, അത്തരമൊരു ചർച്ച കൊണ്ടുവരണ്ട. വൈയക്തികമായി നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്ത് നിന്നുകൊണ്ട് തന്നെ സമത്വ ഖിദ്മത്ത് ചെയ്യണം. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ ഇല്ലെങ്കിൽ, ഈ ചുമരില്ലെങ്കിൽ ഇതൊന്നും വരക്കാൻ കഴിയില്ല. മഹാനായ ശംസുൽ ഉലമക്ക് പോലും, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നായകന്മാരാകുന്ന നേതാക്കൾക്ക് പോലും പാണക്കാട് കുടുംബം പറഞ്ഞാൽ പിന്നെ രണ്ടഭിപ്രായമില്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മഹാനായ ശംസുൽ ഉലമയുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇ കെ ഹസൻ മുസ്ലിയാർ മരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഇ കെ ഹസൻ മുസ്ലിയാർ മരിച്ചപ്പോൾ ശംസുൽ ഉലമ എന്താ ചെയ്തത്? മയ്യത്തെടുത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാത്തു നിന്ന് നിസ്കരിക്കാൻ പാണക്കാട്ട് തങ്ങൾ വരണം. എന്തേ? സ്വന്തം സഹോദരന്റെ, സ്വന്തം അനുജന്റെ മയ്യത്ത് നിസ്കരിക്കാനുള്ള പാണ്ഡിത്യം ബഹുമാനപ്പെട്ടവർക്കില്ലേ? ഹക്ക് അദ്ദേഹത്തിനല്ലേ ഉള്ളത്? മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് അർഫഖു മഹാരിമിഹി എന്നൊക്കെ കിതാബിൽ പഠിപ്പിച്ചാൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ശൈഖുനല്ലേ അത്? അദ്ദേഹം എന്തുകൊണ്ട് ആ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങളെ കാത്തിരുന്നു? ആ പാണക്കാട് സയ്യിദ് കുടുംബം ഒന്ന് പറഞ്ഞാൽ മഹാനായ ശംസുൽ ഉലമക്ക് രണ്ടഭിപ്രായമില്ല. ശൈഖുനായുടെ ഭാര്യ മരിച്ചു, ശംസുൽ ഉലമയുടെ ഭാര്യ മരിച്ചു. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വന്നിട്ട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. ആരോ ശൈഖുനായോട് വന്ന് പറഞ്ഞു, തങ്ങൾ വളരെ ദൂരെയാണ്, തങ്ങൾ വരാൻ വളരെ വൈകും. ശൈഖുന പറഞ്ഞു, തങ്ങൾ വരുന്നത് വരെ യാസീൻ ഓതിക്കോളൂ, തിരക്കുള്ളവർക്ക് പോകാം, തങ്ങൾ വന്നിട്ട് ഔദ്യോഗികമായി നിസ്കരിക്കൂ. അതാണ് ശംസുൽ ഉലമ. അതാണ് പാണക്കാട് കുടുംബവുമായി സമത്വയുടെ ആലിമീങ്ങൾക്കുള്ള ബന്ധം. ആ ബന്ധത്തെ ഒരിക്കലും തകർക്കരുത്. എനിക്ക് എന്റെ ചെറുപ്പക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരോട് വളരെ മനസ്സിൽ തട്ടി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ രാഷ്ട്രീയപ്പെട്ട നേതാക്കളോട് ഇത് പറയേണ്ടതിൽ അവർക്ക് ആ ബോധമുണ്ട്. പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒപ്പം നിൽക്കുന്ന നേതാക്കൾക്ക് നല്ല ബോധമുണ്ട്. തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്ക് താഴേക്കിടയിലുള്ള ചില ആളുകളുണ്ട്, കാര്യബോധമില്ലാത്ത ചില ആളുകൾ. അത്തരം ആളുകൾ സമത്വയിൽ ഭിന്നിപ്പുണ്ടാക്കിയ ഇന്നത്തെ മുസ്ലിം ജമാഅത്തിനെ താലോലിക്കുന്ന ആളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ പഠിക്കണം. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാത്തത് കൊണ്ടാ, ചെറുപ്പക്കാർക്ക് അറിയാത്തത് കൊണ്ടാ. 979 മുതൽ 89 വരെയാണ് അദ്ദേഹം സമത്വയിൽ കലാപക്കൊടി ഉണ്ടാക്കിയത്. 79 മുതൽ 89 വരെ, 89 പുറത്തു ചാടി. 89 ഈ സംഭവം നടക്കുന്നത്. ഈ സദസ്സിൽ തന്നെ ഉള്ളവരുടെ കൂട്ടത്തിൽ ബഹുഭൂരിപക്ഷത്തെയും ഒന്ന് നോക്ക് നിങ്ങൾ. 89 മുതൽ 2015 26 കൊല്ലത്തെ ദൂരമുണ്ട്. 26 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഇയാൾ സമത്വയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് 26 കൊല്ലം മുമ്പാണ്. ആ 26 കൊല്ലം മുമ്പ് നടക്കുന്ന പ്രവർത്തനത്തെ വിലയിരുത്തണമെങ്കിൽ അന്ന് ഒരു 15 വയസ്സ് പ്രായം വേണ്ടേ? 1 വയസ്സോ 2 വയസ്സോ 3 വയസ്സോ പ്രായമുള്ള കുട്ടിക്ക് അറിയില്ലല്ലോ പ്രായപൂർത്തിയുടെ പ്രായം. 15 വയസ്സ്, ഒരു സംഘടനാബോധം, ഇതൊക്കെ ഓർക്കാണ്ട ഒരു കഴിവ്. എന്തിന് അദ്ദേഹത്തെ സമത്വയിൽ നിന്ന് നീക്കിയെന്ന് ഓർക്കാൻ ഒരു കുട്ടിക്ക് കഴിയണമെങ്കിൽ 15 വയസ്സെങ്കിലും 89 വേണ്ടേ? 89 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇന്ന് 41 വയസ്സായിട്ടുണ്ടാവും. നുബുവത്തിന്റെ പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും. 41 വയസ്സ്. അപ്പൊ 40 വയസ്സിന്റെ താഴെയുള്ള ഒരു ഒറ്റ കുട്ടിക്കും ഇയാളെ എന്തിനാ പുറത്താക്കിയെന്ന് അറിയില്ല. എന്നിട്ട് ചില ആൾക്കാർ വന്നിട്ട് പറയാണ്, അതും പണ്ഡിതന്മാർ ഇതും പണ്ഡിതന്മാർ, അവിടെയും താടി ഇവിടെയും താടി, അവിടെയും തലയെക്കെട്ട് ഇവിടെയും തലയെക്കെട്ട്, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അത് പറയുന്ന ആളുകൾ എന്തിന്റെ പേരിലാണെങ്കിലും, ഏത് രാഷ്ട്രീയ ബോധത്തിന്റെ പേരിലാണെങ്കിലും, ഏത് രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാലും ശരി, ഒരിക്കലും ഇത് രണ്ടും താരതമ്യപ്പെടൂല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. അത് ചിന്തിക്കുന്ന ആളുകൾ ഒരു നിമിഷമെങ്കിലും ഇരുന്ന് ചിന്തിക്കണം. നമ്മളൊക്കെ കരളിന്റെ കളരായി സ്നേഹിക്കുന്ന പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ഖബർ വിശാലമാക്കുമാറാവട്ടെ. ആ പാണക്കാട്ട് തങ്ങൾ മലപ്പുറത്തുള്ളപ്പോ, തങ്ങൾ ഈ സമൂഹത്തിന്റെ കാതിസ്ഥാനം വഹിക്കുന്ന 100 കണക്കിന് മഹലുള്ളപ്പോ, 1000 സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തങ്ങളുള്ളപ്പോ, ആ തങ്ങൾ മലപ്പുറത്ത് ഹയാത്തുള്ള സമയത്ത് മലപ്പുറത്ത് ഇയാളൊരു ജില്ലാ കാദിനെ നിയമിച്ചില്ലേ? അത്ര വലിയൊരു അപമാനം വേറെന്താ? പാണക്കാട്ട് തങ്ങളെ തലക്കും ഇതൊരു ജില്ലാ കാദി, പാണക്കാട്ട് തങ്ങളെക്കാളും വലിയൊരു കാദി. അതിന് ധാർഷ്ട്യം കാണിച്ച ഈ മനുഷ്യന്റെ സമുദായ വഞ്ചന തിരിച്ചറിയേണ്ടത് നമ്മൾ. അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായിട്ടെങ്കിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തിരിച്ചു വരട്ടെ, മാതൃപ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരട്ടെ. സമത്വയുടെ ആലിമീങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിൽ സമത്വയുടെ ആലിമീങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് എന്താ പ്രശ്നം? ഞാനല്ലത് പറയേണ്ടത്, സമത്വയുടെ ആലിമീങ്ങളാ.
പക്ഷേ അത്തരമൊരവസ്ഥയല്ല ഉള്ളത്. അദ്ദേഹം മുസ്ലിം സംഘശക്തിയിൽ വിള്ളലുണ്ടാക്കി സമസ്തക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും അത് വിജയിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നേതൃത്വം നിലനിൽക്കുന്ന കാലത്തോളം ഒരു കുട്ടിക്കും ഒരു ഭിന്നത ഉണ്ടാക്കാൻ സാധ്യമല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പരാജയപ്പെടുമവരൊക്കെ സ്വപ്നമാണതൊക്കെ. അത്തരം ആളുകളോട് ഞാൻ പറയുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരോടൊന്നും പറയാനില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ബോധമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. നേരെ മറിച്ച് ചില കൊച്ചു പ്രദേശത്തെ ചില ആളുകൾ, എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരു പ്രവണതയുമില്ല, തെറ്റിദ്ധാരണ കൊണ്ട്, അഥവാ 41 വയസ്സിന്റെ താഴെയുള്ള ചെറിയ ആളുകൾക്ക് ഈ കഥയെക്കുറിച്ച് അറിയായിക കൊണ്ട് അവർക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം ഇത് രണ്ടും ഒരുപോലെയാണ്. അവരോട് ചരിത്രത്തിന്റെ ഒരു ഭാഷ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, തെറ്റിദ്ധരിക്കരുത്. അബൂ മുസ്ലിം എന്ന് പറയുന്ന ചരിത്രത്തിലെ പ്രധാനിയായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്നത്, അദ്ദേഹം ദൗലത്ത് ബനി അബ്ബാസിന്റെ സ്ഥാപകനാണ്. ഉമയ്യയുടെ ഭരണം തകർത്ത് അബ്ബാസി ഭരണകൂടം സ്ഥാപിച്ച ആളാ. അബ്ദുറഹ്മാൻ ഇബ്നു മുസ്ലിമുൽ ഖുറാസാനി എന്നാണ് മുഴുവൻ പേര്. അബ്ദുറഹ്മാൻ ഇബ്നു മുസ്ലിമുൽ ഖുറാസാനി, അബൂ മുസ്ലിം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുക. അദ്ദേഹത്തെ ചരിത്രകാരന്മാർ വിളിച്ചത് മുഅസ്സിസു ദൗലത്തുൽ അബ്ബാസിയ എന്നാണ്. ദൗല അബ്ബാസിയ, അബ്ബാസി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ. ഇദ്ദേഹത്തോട് ഒരിക്കൽ, ഇദ്ദേഹമാണ് അബ്ബാസി ഭരണകൂടം, ഉമവി ഭരണം തകർത്ത് അബ്ബാസി ഭരണകൂടം സ്ഥാപിച്ചത് ഇയാളെ കഴിവാ. ഇയാൾ വലിയ ബുദ്ധിമാനും തന്ത്രശാലിയായിരുന്നു. ഈ തന്ത്രശാലിയായ മനുഷ്യൻ പുതിയൊരു ഭരണകൂടം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തോട് ചരിത്രം ചോദിച്ചു, മാ കാന സബബ് ഖുറൂജി ദൗലത്തി അൻ ബനി ഉമയ്യ, ബനു ഉമയ്യയുടെ ഭരണം തകരാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. ബനു ഉമയ്യയുടെ ഭരണം തകരാൻ എന്താ കാരണം? അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു പാഠാണ്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ പ്രവർത്തകർ പഠിക്കേണ്ട ഒരു പാഠം. എന്താ പാഠം? ലി അന്നഹും അബ്അദു ഔലിയാഅഹും സിഖതം ബിഹിം. ശരിക്കും മനസ്സിലായിക്കോളി. ലി അന്നഹും, കാരണം അവർ, ആര്? വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇദ്ദേഹത്തോട് ചോദിച്ചത് ഉമയ്യ ഭരണകൂടത്തിന്റെ, ബനു ഉമയ്യ ഭരണകൂടത്തിന്റെ തകർച്ചക്ക് എന്താണ് കാരണം? ബനു ഉമയ്യ ഭരണം എന്താ തകരാൻ കാരണം? ഇയാൾ അബ്ബാസി ഭരണകൂടം സ്ഥാപിക്കാൻ യോഗ്യനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ബനു ഉമയ്യക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റില്ല അന്നഹും, ബനു ഉമയ്യക്കാർ അബ്അദു ഔലിയാഅഹും സിഖതം ബിഹിം, അവരെ കൂടെ നിൽക്കുന്ന ആളുകളെ, ഒപ്പം നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ട് അകറ്റി. ഒപ്പം നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ട് അകറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓലോട് ഇപ്പൊ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഓല അവിടെ തന്നെ ഉണ്ടാവും എന്ന് കരുതി വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്ന ആളുകളെ വിശ്വസിച്ചിട്ട് അകറ്റി. അബ്അദു അകറ്റി ഔലിയാഅഹും, അവരെ സഹായിക്കുന്ന ആളുകളെ, നല്ലോണം പരസ്പരം സഹായിക്കുന്ന ആളുകളെ വിശ്വസിച്ചുകൊണ്ട് അകറ്റി നിർത്തി. അതാണ് സംഭവിച്ചത്. അതേ സമയത്തോ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളെ മെല്ലണ്ട് അടുപ്പിച്ചു. തഅല്ലുഫൻ ലഹും, ഇത് കൂടെ കിട്ടുന്നുള്ളൊരു തോന്നല്, ആ തോന്നലിന് മെല്ലെ പറക്കണതിനെ പിടിക്കാൻ നിന്നു. സംഭവിച്ചത് എന്താ? ഫലം യസ്രിൽ അദുവു സ്വദീഖ, ഒരു ശത്രുവും സ്വദീഖായില്ല, ഒരു ശത്രുവും കൂടെ വന്നില്ല. കൂടെ നിൽക്കുമെന്ന് കരുതിയവരാരും കൂടെ വന്നില്ല. അതേ സമയത്തോ വസ്വാറ സ്വദീഖു, നേരത്തെ കൂടെ നിന്നാളോ അഥവാ ശത്രു ആവുകയും ചെയ്തു. ബിൽ ഇബ്ആദ്, അകറ്റിയത് കൊണ്ട്. വകാന അബൂ മുസ്ലിം മുമീതു ദൗലത ബനി ഉമയ്യ, അങ്ങനെയാണ് ബനു ഉമയ്യയുടെ തകർച്ചയ്ക്ക് ഇയാൾ കാരണമുണ്ടാക്കിയത്. ഈ കാരണം വളരെ കൃത്യമായി ചരിത്രം നമുക്ക് നൽകുന്ന വലിയൊരു പാഠാണ്. ആ പാഠം നമ്മൾ പഠിക്കണം, നമ്മൾ കൃത്യമായി പഠിക്കണം. ഞാൻ ഈ ചരിത്ര ബോധമില്ലാത്തവരോടാണ് എന്താ പറഞ്ഞത്. ഉയർന്ന ആളുകളോട് ഇത് പറയേണ്ടതില്ല, കാരണവന്മാരോട് ഇത് പറയേണ്ടതില്ല. വളരെ ഗൗരവത്തോടെ ചിന്തിച്ചില്ലെങ്കിൽ, വരാൻ പോകുന്ന നാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ, അതിനിടയ്ക്ക് മുതലെടുക്കുന്നവർ മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കണം. മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം പഠിക്കും നിങ്ങൾ, ഞാനും പഠിക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മളൊക്കെ മുസ്ലിമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾക്ക് പതനം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളെ കൊണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ മാത്രമാണ് മുസ്ലിം ഉമ്മത്തിന്റെ പതനത്തിന് കാരണക്കാർ. എന്താ കാരണം? നമുക്ക് അത് കഴിയും, ഒരു ശത്രുവിനത് കഴിയില്ല. മദീനയിൽ മുനാഫിഖീങ്ങളെ പള്ളി ഉണ്ടാക്കിയല്ലോ. മുനാഫിഖീങ്ങളുടെ തലവൻ അബു ആമിർ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നബി തങ്ങൾ കടന്നു വരുന്നത്. അവന്റെ നേതൃത്വം നഷ്ടപ്പെട്ടവൻ ഷാമിലേക്ക് പോയി, റോമിന്റെ കൂടെ നിന്നു. ഹുനൈൻ യുദ്ധത്തിൽ തോറ്റോടി റോമിന്റെ പിൻബലം നേടിക്കൊണ്ടവൻ മദീനയിൽ നിന്ന് പുറത്തുപോയി. അവൻ അവിടെ നിന്നുകൊണ്ട് കത്തരച്ചുകൊണ്ട് നിയന്ത്രിച്ചു അവിടുത്തെ മുസ്ലിങ്ങളെ. കപട വിശ്വാസികളെ സ്വാധീനിച്ചുകൊണ്ട് നിങ്ങൾ മുഹമ്മദ് പള്ളി ഉണ്ടാക്കിയതിന്റെ അപ്പുറത്ത് ഒരു പള്ളി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അവിടെയാണ് പള്ളി ഉണ്ടാക്കിയത്. മസ്ജിദ് ഖുബാന്റെ അപ്പുറത്ത് പള്ളി ഉണ്ടാക്കി. ആ പള്ളി നിസ്കരിക്കാൻ, ഉദ്ഘാടനം ചെയ്യാൻ നബി തങ്ങളെ ക്ഷണിച്ചപ്പോൾ തബൂക്ക് യുദ്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. തബൂക്ക് യുദ്ധം അരങ്ങേറി മുസ്ലിങ്ങൾ വിജയിച്ചു. മദീനക്ക് 500 നാഴിക അകലെ റോമാ സൈന്യത്തിന്റെ പടപ്പുറപ്പാട് കണ്ടുകൊണ്ട് നബി തങ്ങൾ പോയി. സ്വഹാബത്ത് പോയി പടവെട്ടി തിരിച്ചു വന്നപ്പോൾ ഇവർ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു. പള്ളിയല്ലേ എന്ന് കരുതി നബി തങ്ങൾ ഉദ്ഘാടനത്തിന് പുറപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത്? ആ മാലാഖ വന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ലാ തഖും ഫീഹി അബദ, ആ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. എന്താ കാരണം?
പള്ളിക്ക് കാരണം പറഞ്ഞ 4 എണ്ണമാണ്. വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറൻ വകുഫറൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. അവരുണ്ടാക്കിയ പള്ളി നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോണ്ട നബിയെ, കാരണം വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറ, അത് ശല്യത്തിന്റെ പള്ളിയാണ്, വകുഫറൻ നിഷേധത്തിന്റെ പള്ളിയാണ്, ഒന്നിച്ചു നിൽക്കുന്നവരെ ഭിന്നിപ്പിക്കുന്ന നിഷേധമാണത്, വതഫരീഖൻ ബൈനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പള്ളിയാണത്, വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. പണ്ട് മുതലേ ദീനിന്റെ ശത്രുക്കൾക്ക് താവളമൊരുക്കുക അബൂ ആമിറിന്റെ ആൾക്കാരാണ്, അവർക്ക് താല്പര്യം, അവർക്ക് താവളമൊരുക്കുന്ന പള്ളിയാണ്. അതുകൊണ്ട് ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും നിസ്കരിക്കണ്ട. നിങ്ങൾ അവിടെ നിസ്കരിക്കണം, നിങ്ങൾക്ക് നിസ്കരിക്കാനല്ല. മസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ ഫീ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി, നേരത്തെ നിർമ്മിച്ച ഖുബാ പള്ളിയിൽ നിസ്കരിച്ചാൽ മതി, അതാണ് നിങ്ങൾ നിസ്കരിക്കണം. മറ്റേ പള്ളി നിസ്കരിക്കാൻ പറ്റിയതല്ല. നബിതങ്ങളും സ്വഹാബത്തും പോയിട്ട് ആ പള്ളി ചുട്ടുകരിച്ചു. പള്ളി ചുട്ടുകരിച്ച സംഭവം ചരിത്രത്തിൽ അതാണ്. എന്തേ കാരണം? ഭിന്നിപ്പിന്റെ പള്ളി. അപ്പൊ പള്ളിക്ക് മുമ്പിൽ പള്ളി ഉണ്ടാക്കുക എന്നുള്ളത് വലിയ വിഷയമൊന്നും ആയി കാണണ്ട. അങ്ങനെ പള്ളി ഉണ്ടാക്കി സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവർ പഠിക്കണം. ചരിത്രത്തിൽ പള്ളി ഭിന്നിപ്പിന് വേണ്ടി ഉണ്ടാക്കിയപ്പോൾ ചുട്ടുകരിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവ്. എന്താ ഈ ഭിന്നിപ്പ് പള്ളി ഉണ്ടാക്കാൻ അവർ പ്രേരിപ്പിച്ച കാര്യം എന്താ? അന്ന് ബനു ഔഫിന്റെ കുട്ടികളുടെ സ്ഥലത്ത് നിന്നാണ് നബി തങ്ങൾ സ്ഥലം വാങ്ങിയിട്ട് അവിടെ ഉണ്ടാക്കിയത്. ഒന്ന് അമ്ര ഗോത്രം, ഔഫിന്റെ മക്കളെ അമ്ര ഗോത്രം, ഗനം ഗോത്രം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ അമ്രിന്റെ ഗോത്രത്തിന്റെ സ്ഥലത്താണ് എടുത്തത്. അപ്പൊ ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്, അവിടെ പണ്ടൊരു കഴുതയെ കെട്ടിരുന്ന ഒരു പെണ്ണ് കഴുതക്കളമാണ്, അവിടെ അല്ലേ ശരി, ഇപ്പുറത്താ പള്ളി ഉണ്ടാവേണ്ടത്. ഭിന്നിപ്പിന്റെ ഒരു കാരണമാണ്. ഇപ്പൊ മുസ്ലിം ജമാഅത്ത് ഉണ്ടാക്കിയിട്ട് പറയുന്ന പോലെ തന്നെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാർ പഠിക്കണം. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ പഠിക്കണം. ഈ ഭിന്നിപ്പ് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ മുസ്ലിം ഉമ്മത്തിന്റെ കാവലാൾ പട്ടാളമായി വരുന്ന ആൾക്കാരുണ്ടല്ലോ, തീവ്രവാദം ചെറുപ്പക്കാരായ കുട്ടികൾക്ക് പഠിപ്പിച്ചുകൊണ്ട് അവരെ പ്രത്യേക ശൈലിയിൽ രഹസ്യ ക്ലാസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു പ്രതിരോധ സേന കെട്ടിപ്പടുത്തുകൊണ്ട് പിന്നെ രാഷ്ട്രീയ മുഖം പ്രഖ്യാപിച്ച ആളുകൾ, ഇന്ന് വെട്ടും കുത്തമായി സമൂഹത്തിൽ പലതരത്തിലും കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ഈ കൊലക്ക് കൊടുക്കുന്ന ആളുകൾ, ഈ കൊല രാഷ്ട്രീയം കൊണ്ട് സമൂഹത്തിൽ വല്ലതും നേടാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങളൊന്നിരുന്ന് ചിന്തിക്ക്. കണ്ണൂർ ജില്ലയിൽ ഏത് പാർട്ടിയാവട്ടെ 700 മനുഷ്യന്റെ ജീവനാണ് രാഷ്ട്രീയത്തിൽ കൊലക്ക് കൊടുത്തത്. 700 മനുഷ്യ ജീവൻ. 2000-ഓളം മനുഷ്യന്റെ മക്കൾ ഇന്ന് അംഗഭംഗം വന്ന് നട്ടല്ലൊടിഞ്ഞ് കാല് പൊട്ടി വീൽചെയറിലായും ബെഡിലായും കിടക്കുന്നു. എന്താ കാരണം? രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും രാഷ്ട്രീയ അക്രമത്തിന്റെയും ഇരകള്. വെട്ടും കുത്തമായി നമ്മുടെ സമൂഹത്തിൽ കാര്യം നേടാമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ? ഒരു നിമിഷം ഇരുന്ന് ആലോചിച്ചോ. ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല, ലോകത്തെവിടെയും അത് ഇസ്ലാം അംഗീകരിച്ച പ്രവർത്തനമല്ല. നേരത്തെ ഇവിടെ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ, നമ്മൾ പഠിക്കണം. അതുകൊണ്ട് വഴിമാറുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഓർത്തോ, അത്തരം പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ പോയാൽ പിന്നെ സുന്നത്ത് ജമാഅത്ത് പോലും നഷ്ടപ്പെടും. ആ പ്രസ്ഥാനത്തിൽ ചേർന്ന ആളുകളെ നോക്ക്, ക്രമേണ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് അകലും. വിശ്വാസത്തിൽ നിന്ന് അകന്നുകൊണ്ട് ഒരു കൂട്ടു പ്രാർത്ഥനയ്ക്ക് പോലും നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്നത് കാണാം. ഒരു മൗലിദിന് പോലും പങ്കെടുക്കാത്ത അവസ്ഥ ഉണ്ടാകുന്നത് കാണാം. വിദ്അത്തിനാൽ ഊറ്റപ്പെട്ട ലോകത്ത് ഈ തീവ്രവാദത്തിന്റെ മുഴുവൻ വിത്ത് വിതച്ചത് സലഫി ചിന്തയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഈ സമൂഹത്തിന് ആ ചിന്ത പകർന്നു കൊടുക്കുന്ന ചില ജമാഅത്ത് സാഹിത്യങ്ങളാ. പഠിച്ചു നോക്ക് നിങ്ങൾ. ഈ തീവ്ര ചിന്ത സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അവരാ. അത്തരം ചിന്തകൾ സമൂഹത്തിൽ പഠിപ്പിച്ച് വോട്ട് പോലും ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യൽ ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ച ആളുകളും, അതുപോലെ ഈ തീവ്ര ചിന്ത സമൂഹത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് പഴയ സിമി ചിന്താഗതി നിങ്ങൾക്കറിയാലോ. ആ തീവ്ര ചിന്താഗതി നിരോധിക്കപ്പെട്ട പാർട്ടിയുടെ ചിന്താഗതി ഇന്ത്യ മഹാരാജ്യത്തെന്നല്ല, ലോകത്ത് എവിടെ നമ്മളത് കൊണ്ടു നടന്നാലും ഒരു ഭരണകൂടത്തിന്റെ നോട്ടപ്പുള്ളികളാണ് നമ്മള്. ഒരിക്കലും ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ അതിന്റെ ഓഫീസോ അതിന്റെ ഏതെങ്കിലും പ്രവർത്തകരെയോ ആരും കയറി റെയ്ഡ് ചെയ്യാനോ സംശയത്തിന്റെ മുൾമുലിൽ നിർത്താനോ ശ്രമിച്ചിട്ടില്ല. എന്താ കാരണം? നമ്മൾ ഒരിക്കലും ആ തരത്തിൽ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്തിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇന്ന് വരെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദർശത്തോടൊപ്പം രാജ്യസ്നേഹമാണ്. ഇത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യ നിലനിൽക്കണം. എന്നാൽ ഫാസിസത്തിന് നമ്മൾ എതിരാണ്. ഫാസിസത്തെ തുറന്നു കാണിക്കുവാൻ യഥാർത്ഥ മാർഗം മുസ്ലിങ്ങളുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മക്കൊപ്പം നിൽക്കുന്നതിന് പകരം കൂട്ടായ്മയെ തകർത്തുകൊണ്ട് ഗ്രാമതലങ്ങളിൽ പോലും മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പല തട്ടുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ ദൂഷ്യമാർക്ക് അനുഭവിക്കേണ്ടി വരിക. മസ്ജിദ് ദിറാർ ഉണ്ടാക്കിയ കഥ പറയുമ്പോൾ ഇതും കൂടി വേണ്ടേ പഠിക്കുക, ഇതും കൂടി വേണ്ടേ മനസ്സിലാക്കാൻ. നമ്മളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്ത് ഫാസിസത്തിനെതിരെ വോട്ടുകൾ ഏകീകരിച്ചുകൊണ്ട് ഐക്യത്തോടെ നീങ്ങുന്നതിന് പകരം നമ്മൾ ഭിന്ന വീക്ഷണം വെച്ച് പുലർത്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഇന്ന് സ്വാർത്ഥമോഹികളാ പലരും. ഓരോരുത്തർക്കും സ്ഥാനം വേണം, മാനം വേണം. എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ മുന്നോട്ട് വരും, മറ്റുള്ളവനെ തകർക്കും. അവിടെ പാർട്ടിയില്ല, ബന്ധങ്ങളില്ല. അങ്ങനെ മനുഷ്യൻ തമ്മിൽ ചേരി തിരിഞ്ഞ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ തന്നെ ഒറ്റപ്പെടുകയും ഭിന്നിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞാൽ പോലും നമ്മുടെ ഗ്രാമങ്ങളിൽ ഭിന്നതകൾ ഉണ്ടാക്കാൻ മാത്രം ഒരു അവിവേക സ്വഭാവം നമ്മുടെ ചെറുപ്പക്കാർക്ക് കടന്നു വന്നുവെങ്കിൽ ദീനിന്റെ പേരിലെങ്കിലും ഈ നേതാക്കളെ ശരിക്കും അനുസരിക്കാനുള്ള ഒരു ബോധം പകർന്നു കൊടുക്കുന്ന ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ചിന്താഗതി
നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പകർന്നു കൊടുക്കുമ്പോഴും മാത്രമേ നിങ്ങളെ ബഹുമാനിക്കുന്ന, സമൂഹത്തെ ആദരിക്കുന്ന, പരലോക ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയൂ. മറ്റതൊക്കെ ക്ഷിപ്രവികാരമാണ്, പ്രക്ഷുബ്ധ വികാരമാണ്. ആ പ്രക്ഷുബ്ധ വികാരത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ തള്ളിവിടുന്നതിന് പകരം നമ്മളൊക്കെ ചെയ്യേണ്ടത്, നമ്മൾ മുഴുവൻ ചെയ്യേണ്ടത് നല്ല ഒരു ദിശാബോധം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കല. ആ ദിശാബോധം നമ്മുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കുവാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയകാല ചരിത്രങ്ങളും ഐക്യവും ബോധവും കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധ്യതമാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആരും പിരിഞ്ഞു പോകേണ്ടതിൽ ഒരു ദുആ ഇവിടെ നടത്താനുണ്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമ്മുടെ ഒരു ദുആ നടത്തി ആ ദുആക്ക് ശേഷമേ നിങ്ങൾ പിരിഞ്ഞു പോകാവൂ. കാരണം ഇന്ത്യയിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കറിയാം. ഫാഷിസം വേരുമുറുക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ മുസ്ലിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നിച്ചു നിൽക്കണമെന്ന് കരുതിക്കൊണ്ട്, ഐക്യം വരണമെന്ന് കരുതിക്കൊണ്ട്, നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും സമത്വക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് കരുതിക്കൊണ്ട് സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. നല്ല സതുദ്ദേശത്തോടു കൂടി. ആ സതുദ്ദേശം വിജയിപ്പിച്ചു കൊടുക്കാൻ പലരും ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ഇനി പലരും സംഭാവന കൊടുക്കാനുണ്ട്. അവർക്ക് വേണ്ടി